പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങോട്ടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പരസ്പരം സ്തുതി കൊടുത്ത് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 16 കർമ്മലമാതാവിൻ്റെ തിരുനാളാണ്. നമ്മുടെ ധ്യാന സെൻറ്റർ കർമ്മലമാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള അല്ലെങ്കിൽ കർമ്മലമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കർമ്മലമാതാവാണ് നമ്മുടെ ധ്യാനകൻ്റെ മധ്യസ്ഥ. അതുകൊണ്ട് തന്നെ കർമ്മലമാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് നമ്മുടെ ധ്യാന സെൻറ്റർ ആഘോഷിക്കുകയാണ്. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു 5 വചനം വായിച്ച് നമുക്ക് അല്പസമയം കർമ്മലമാതാവിനെ ഓർത്ത് ധ്യാനിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ അവൻ നമ്മോട് പറഞ്ഞത് ചെയ്യാനാണ് പരിശുദ്ധ അമ്മ സംസാരിച്ച് നമ്മോട് പറയുന്നതായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് കാണാൻ സാധിക്കും. അത് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മോട് ജനത്തോട് ദൈവജനത്തോടായിട്ട് പറയുന്ന ബൈബിളിലെ ഒരേ ഒരു വാക്യം എന്ന് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നുള്ളത് തിരുവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ എന്താണ് നമ്മോട് പറയുന്നതെന്ന് തിരുസഭയുടെ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ എന്താണ് പറഞ്ഞതെന്ന് മാർപ്പാപ്പന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഔദ്യോഗിക ടീച്ചിങ്ങിലൂടെ. പിന്നെ അവൻ എന്താ പറയുന്നതെന്ന് എന്താ പറയുക, ഈ വിശുദ്ധരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ യേശുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെ യേശു എന്താ പറയണതെന്ന് ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചിലർ ചിന്തിക്കും. അപ്പോൾ യേശു പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിലാക്കുക? തിരുസഭയുടെ പഠനം, ബൈബിളിലെ വചനം, അല്ലെങ്കിൽ വിശുദ്ധരുടെ ടീച്ചിങ്, അവരുടെ സംസാരം, ഇതിലൂടെയൊക്കെ വിശുദ്ധർ പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്താ പറയണേ, യേശു എന്താ പറയണേ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വലിയ വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കൽ ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഒരു വചനം തന്ന് എന്നെ ഒത്തിരി സ്പർശിച്ചു. അതിങ്ങനെയാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 2-ാം അധ്യായം 4-ാം തിരുവചനം, ഹെബ്രായർ 2:4 ജസ്റ്റ് ഒന്ന് വായിക്കാം. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനോട് അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ഏൽറുഹ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? കർത്താവ് ഈ സന്ദേശം തന്നു. സന്ദേശം എങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടി? അതിലുപരിയായിട്ട് ഇത് എഴുതി കാണിച്ച സന്ദേശമാണ്. ഹെബ്രായർ 2:4 വെച്ച് ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കണ്ടോ? അപ്പോൾ നമ്മൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്. ഈ 2:4 ഹെബ്രായർ 2:4 നമ്മൾ എന്നും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വചനത്തിൻ്റെ അഭിഷേകം നിറയും. കാരണം കർത്താവ് പറഞ്ഞിട്ടാണ് ചെയ്യണത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. 1 യോഹന്നാൻ 5:14 മനസ്സിലായോ? അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും, കണ്ടോ,
ഈ ദൈവം തന്നെ ഇതിന് സാക്ഷി നൽകിയിരിക്കുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നൊരു സന്ദേശമാണ് വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കാൻ, എൽറുഹയിൽ എല്ലാ ശുശ്രൂഷകളും സംഭവിക്കാൻ ഒരു ദൈവസ്വര സന്ദേശം കേൾക്കുക. അന്ന് മുതലാണ് അച്ഛൻ ഈ വാക്കുകൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ തോന്നും, ഈ എൽറുഹ ശുശ്രൂഷ സ്ഥിരം കാണുന്നവർക്കൊക്കെ തോന്നും, എന്തുട്ട് അച്ഛന് എപ്പോഴും ഇത് തന്നെ പറയാനുള്ളൂ, ഈ 2 വചനമുള്ള അച്ഛൻ ഈ ബൈബിളിൽ മാത്രം ഇത് മാത്രമാണല്ലോ അച്ഛൻ പറയണേ, അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൾ മാത്രമാണല്ലോ പറയണേ അല്ലേ? വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാ അത്ഭുതങ്ങൾ. ഇത് കർത്താവ് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അത്ഭുതങ്ങൾ എൽറുഹയിൽ എല്ലാ ശുശ്രൂഷയിലും നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അന്ന് മുതൽ അത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം അന്ന് മുതൽ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലുതുടനെ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എൽറുഹയിൽ എല്ലാ ദിവസവും, സാധാരണ എല്ലാ ദിവസവും 2 സാക്ഷ്യങ്ങൾ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് സാക്ഷ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഒരു ദിവസം തന്നെ 10-36 സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അല്ലാതെയും ഏകദിന കൺവെൻഷൻ താമസമുള്ള ധ്യാനത്തിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കർത്താവ് കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല നല്ല സാക്ഷ്യങ്ങൾ. അപ്പോൾ ഓരോ ദിവസം ഓരോ സാക്ഷ്യം വെച്ചിട്ട് കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 2 സാക്ഷ്യങ്ങൾ വെച്ച് കാലത്തും വൈകിട്ടും 2 സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു പുതിയ രീതി തുടങ്ങിയത് ഈ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെഡിങ്ങിൽ വേറെ സാക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള ചില സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുന്നതുണ്ടായിരുന്നില്ല. കർത്താവ് ഒരു ദിവസം ഞാനും എൻ്റെ ടീമുകാരും 2-3 പേര് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നൊരു സ്വരമാണ് കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ എൽറുഹ ശുശ്രൂഷയിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ എന്തിനൊക്കെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. കണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് അവിടുന്ന് ചെയ്തു തരും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലല്ലേ ദഹനബലികളെക്കാളും ധാന്യബലികളെക്കാളും ദൈവം ഇഷ്ടപ്പെടുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമല്ലേ? കണ്ടോ? ഇത് എന്തുവാ പറഞ്ഞു തന്നെയെന്നറിയോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരു വെന്തിങ്ങിയ ഒരു ഉത്തിരീയം കഴുത്തിൽ ധരിക്കണമെന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ണ്ടോ? ഒരു വെന്തിങ്ങിയ ഉത്തിരീയം ധരിക്കുക എന്നുള്ളത് അത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവം പറഞ്ഞതുകൊണ്ടാണ് മാതാവ് വെളിപ്പെടുത്തിയത്. ദൈവം പറയാത്ത കാര്യം മാതാവ് വന്നിട്ട് സൈമൺ സ്റ്റോക്കിന് വെളിപ്പെടുത്തോ? മനസ്സിലായോ? അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു വെന്തിങ്ങ ധരിച്ചോളോ. എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. മനസ്സിലായോ? ശ്രദ്ധിച്ചേൻ. വെന്തിങ്ങ ധരിച്ചു കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും. വെന്തിങ്ങ ധരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെന്തിങ്ങ ധരിച്ചിട്ട് എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലണമെന്ന് പറയുന്നില്ല മാതാവ്. മനസ്സിലായോ? അപ്പം ദൈവം പറയുന്നത് പോലെ നീ ചെയ്യുക. നീ വെന്തിങ്ങ ധരിക്കാതെ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ലാന്ന് ചിലപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്താ പറഞ്ഞ അത് നീ ചെയ്യുക. ചിലപ്പോൾ നീ ഒത്തിരി പ്രാർത്ഥന ചെല്ലുന്നുണ്ടാവും, വെന്തിങ്ങ ധരിക്കുന്നുണ്ടാവില്ല. മനസ്സിലായോ? പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, നീ വെന്തിങ്ങ ധരിക്കണം. അത് മാതാവിനുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്, മാതാവിൻ്റെ സംരക്ഷണ അടയാളമാണ്. മാതാവ് വെന്തിങ്ങ ധരിച്ചാലാണ് സംരക്ഷണം തരിക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യാന്ന് വെച്ചാൽ അവൻ പറയുന്നതല്ലേ തിരുസഭ പറയുന്നത്, അവൻ പറയുന്നതല്ലേ മാതാവ് പറയുന്നത്, അവൻ പറയുന്നതല്ലേ സഭയുടെ ടീച്ചിങ് വിശുദ്ധർ പറയുന്നത്. അപ്പോൾ അവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അവൻ പറഞ്ഞ കാര്യങ്ങൾ പച്ച വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. വിശുദ്ധരെന്താ പറയണേ? വിശുദ്ധരെന്താ പറയണതെന്ന് പറയാം കേട്ടോ. വിശുദ്ധരെന്താ പറയണത് ഈ പുസ്തകത്തിൽ ആധികാരിക പുസ്തകമാണ്. ഇത് കേട്ടോ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, ബർണാബാസ് വിശുദ്ധ ബർണാദ്, വിശുദ്ധ ഡോംബോസ്കോ, വിശുദ്ധ കൊച്ചുറേസ്യ, വിശുദ്ധ ആൻസലം, വിശുദ്ധ കൊളംബിയർ തുടങ്ങിയവർ
ഉത്തിരിയ ഭക്തരായിരുന്നു. കണ്ടോ എത്രയോ വലിയ വിശുദ്ധരാണെന്നറിയോ? ആവിലെ വിശുദ്ധ അമ്മ തെരേസ്യ, വിശുദ്ധ കുരിശിൻ്റെ യോഗൻ, ഇവരൊക്കെ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് കേട്ടോ, വേദപാരംഗതരാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ബർണാദ്, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ കൊച്ചുറേസ്യ, കണ്ടോ വലിയ വലിയ വിശുദ്ധ ആൻസലം, വിശുദ്ധ കൊളംബിയൻ തുടങ്ങിയവർ ഉത്തിരിയ ഭക്തരായിരുന്നു. ഇനി വിശുദ്ധ അൽഫോൺസ് ലിഗോരി എന്താ പറഞ്ഞത്? യേശു പറഞ്ഞതാണ് കേട്ടോ. വിശുദ്ധ അൽഫോൺസ് അയാൾ കണ്ണി കണ്ടത് പറയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാതാവ് തൻ്റെ സ്വർഗീയ സമ്മാനമായി തന്ന ഉത്തിരിയം ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിനെ സന്തോഷിപ്പിക്കും എന്നാണ്. കണ്ടോ, മനസ്സിലായോ? മാതാവ് നമുക്ക് തൻ്റെ സ്വർഗീയ സമ്മാനമായി തന്ന ഉത്തിരിയം ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിനെ സന്തോഷിപ്പിക്കുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്നെ കാണുമ്പേ മാതാവിന് ഭയങ്കര സന്തോഷമാണ്. എന്താ കാരണം? എൻ്റെ കഴുത്തിൽ എന്തുണ്ട്? ഉത്തിരിയുണ്ട്. ഇപ്പം ഉത്തിരിയെ വിട്ടവരെ മാതാവിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ ഉത്തിരിയിടാത്ത ഒരാൾ ഭയങ്കര പ്രാർത്ഥനക്കാരനാണെന്ന് കരുത്. എല്ലാ ദിവസവും ഒരു കുരിശിൻ്റെ വഴി ചെല്ലുന്ന ഒരാളാണെന്ന് കരുത്. കഴുത്തിൽ ഉത്തിരി ഇട്ടിട്ടില്ല. മാതാവിന് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. വിശുദ്ധരങ്ങനെ പറയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രാർത്ഥന ചെല്ലണമെന്ന് പറയുന്നില്ല അവിടെ. ഇത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യം മഹാഭൂരിഭാഗം പേർക്കും അച്ഛന്മാർക്ക് പോലും അറിയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ ഉത്തിരിയത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് ചിലർക്കൊക്കെ. അല്ല ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈ പറയണ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും അറിയുന്നുണ്ടാവില്ല അതിൻ്റെ പ്രാധാന്യം. ഞാൻ കുറച്ച് പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ആ പ്രാധാന്യം പറയുന്നുള്ളൂ. ശരിക്കുള്ള പ്രാധാന്യം ശരിക്കും ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുക. മനസ്സിലായോ? ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് അപ്പോഴായിരിക്കും മനസ്സിലാവുക. അപ്പം നിസ്സാര പ്രാധാന്യം അല്ലാണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതായത് മാതാവ് കുറേ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ടുണ്ട്. മെജുഗരയിൽ പ്രത്യക്ഷപ്പെട്ടു, ലൂദിൽ, ഫാത്തിമയിൽ, ഇങ്ങനെ കുറേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഫാത്തിമയിലത്തെയും ലൂദിലത്തെയൊക്കെ പ്രത്യക്ഷീകരണം സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതാണ്. മെജുഗരയിലത്തെ കാര്യം അച്ഛന് കാര്യമായിട്ട് അറിയില്ല. അവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ സഭ പലരും അംഗീകരിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലാണ് 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പം എത്ര വർഷമായി പ്രത്യക്ഷപ്പെട്ടിട്ട്? 773 വർഷമായി. 2024 ആകുമ്പോൾ. മനസ്സിലായോ? 773 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഈ ഉത്തിരിയം കൊടുത്തിട്ട് പറഞ്ഞു, 2 വാഗ്ദാനങ്ങൾ. ഈ ഉത്തിരിയം നീ ഭക്തിപൂർവ്വം ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സംരക്ഷണം തരും. ഇനി ആ വ്യക്തി മരിച്ചാലോ ഒരിക്കലും നിത്യ നരകത്തിലേക്ക് പോകില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ മാതാവിൻ്റെ കുറേ പ്രത്യക്ഷപ്പെടലുകളുണ്ട്. അതിൽ സഭ അംഗീകരിച്ച കുറേ പ്രത്യക്ഷപ്പെടലുകളുണ്ട്. ഈ പ്രത്യക്ഷപ്പെടലുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലായിട്ട് കുറേ തിയോളജിയൻസ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വാദിക്കുന്നത് അത് കർമ്മല മാതാവിൻ്റെ സൈമൺ സ്റ്റോക്കിനുള്ള പ്രത്യക്ഷപ്പെടലാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സൈമൺ സ്റ്റോക്കിന് മാതാവ് കൊടുത്ത വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ മാതാവിൻ്റെ വെളിപ്പെടുത്തലായിട്ട് പറയപ്പെടുക. മനസ്സിലായോ? അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വളരെ പുരാതന കാലം മുതലുള്ള ഒരു ഭക്താനുഷ്ഠാനമാണ് വെന്തിങ്യ ഭക്തി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വളരെ വളരെ പുരാതനമായ ഒരു ഭക്താനുഷ്ഠാനം, വളരെ പുരാതനമായ. ഫിലോസഫി പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, എ കോമൺ ഹ്യൂമൻ കൺസെൻറ്റ് കനോട്ട് ബി റോങ് എന്ന് പറയും. മനസ്സിലായോ? അതായത് എന്താണ് ഈ കോമൺ ഹ്യൂമൻ കൺസെൻറ്റ് കനോട്ട് ബി റോങ് എന്ന് വെച്ചാൽ പണ്ടേ കാലം മുതൽ മനുഷ്യരുണ്ടായ കാലം മുതലുള്ള ഒരു ചിന്തയാണ് ദൈവമുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ഈ രാജ്യത്ത് ലോകത്തെ എല്ലാ മനുഷ്യരും പല മതങ്ങളാണ് വിശ്വസിക്കുന്നത്, പല ദൈവങ്ങളൊക്കെയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും ഒരു വിശ്വാസം, ഒരു 99% ആൾക്കാർ വളരെ കുറച്ച് നിരീശ്വരവാദികളുണ്ടാവും. ബാക്കി എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഏതൊരു അദൃശ്യ ശക്തിയുണ്ട്, എന്തോ ഒരു പ്രവർത്തനം ഉണ്ട്, ഒരു ശക്തിയുണ്ട്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇത് 99% പേരും വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസം ഒരിക്കലും തെറ്റായിരിക്കില്ല എന്ന്. അതാണ് പറയുക, എ കോമൺ ഹ്യൂമൻ കൺസെൻറ്റ്. കോമൺ ആയിട്ട് എല്ലാവരും ലോകം മുഴുവൻ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന ഒരു കാര്യം തെറ്റാകാൻ സാധ്യതയില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലായോ? അതുപോലെ 773 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് ഈ ഒരു ഭക്തി കാട്ടുതീ പോലെ കത്തോലിക്ക സഭ മുഴുവനും പടർന്നു പിടിച്ചു. കത്തോലിക്ക സഭയാണ്, ക്രിസ്ത്യൻസാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മതം എന്ന് നമുക്കറിയാം. അത്രയധികം ജനം ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ഒരു 10, 25, 30, 40 വർഷങ്ങൾ മുമ്പ് വരെ എല്ലാവരുടെ കഴുത്തിൽ ഉത്തിരിയായിരുന്നു. ഇതൊക്കെ നമുക്ക് അല്പം പറയാൻ ചെന്നവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ കോമൺ ഹ്യൂമൻ കൺസെൻറ്റ് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഭൗതികവും ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ സ്വീകരിച്ചിരുന്നു. അതൊരിക്കലും തെറ്റായിരിക്കില്ല എന്ന്. അതാണ് ഈ കാലഘട്ടത്തിൽ പിശാച് പതിയെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. വലിയ പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? വിശുദ്ധരെ എന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? മാർപ്പാവന്മാരെന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? സഭ വത്തിക്കാൻ കൗൺസിൽ എന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? ഇതൊക്കെ യേശു ക്രിസ്തു പറയുന്നതല്ലേ? പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ? എന്നിട്ട് പരിശുദ്ധ അമ്മ ബൈബിളിൽ പറയുന്നില്ലേ? ഇതിപ്പോൾ നമ്മൾ വായിച്ചില്ലേ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യ്, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചെയ്യാതെ അവൻ പറയുന്ന പോലെ ചെയ്തേൻ. അവൻ എന്താ പറഞ്ഞത്? സഭ എന്താ പറയുന്നത്? ജപമാല കഴുത്തിലിടാനാണോ സഭ പറയണത്? അല്ല. ജപമാല കഴുത്തിലിടാനാണോ വിശുദ്ധർ പറഞ്ഞത്? അല്ല. ജപമാല കഴുത്തിലിടാനാണോ മാതാവ് പറഞ്ഞത്? അല്ല. പിന്നെ എന്തേ അവൻ പറയാത്തൊരു കാര്യം എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണേ? വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ പറയാത്ത കാര്യം നീ ചെയ്യുന്നു. അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നില്ല, വെറുതെ വാശി പിടിക്കുക കിടന്നിട്ട്. മനസ്സിലായോ? അവൻ പറഞ്ഞതുപോലെയല്ലേ നീ ചെയ്യേണ്ടത്? നിനക്ക് തോന്നിയതുപോലെയാണോ നീ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞതുപോലെ ചെയ്താലല്ലേ എന്തെങ്കിലും അനുഗ്രഹം കിട്ടുള്ളൂ. മനസ്സിലായോ? അതാണ് വിശുദ്ധർ വീണ്ടും പറയുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞത് അച്ഛൻ വായിച്ചില്ലേ? ഇനി അടുത്ത് വായിക്കാം. വിശുദ്ധ ബെർണാദ് പറഞ്ഞത് എന്താ? ബെർണാദ് പറഞ്ഞത് കേട്ടോ. മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ ഉത്തിരിയം ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ മാതാവ് അനുവദിക്കില്ല എന്നും അവരെ തൻ്റെ പ്രിയ മക്കളായി സംരക്ഷിക്കുമെന്നാണ് വലത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ ഈ ചുമരുമൊക്കെ എഴുതി വയ്ക്കണം. ഇനി കുറച്ച് നാളുകളിൽ അച്ഛൻ ഇതൊക്കെ എഴുതി വയ്ക്കും ഇവിടെ ചുമരുമയൊക്കെ. അച്ഛനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ഓരോ വാക്കുകൾ കണ്ടോ. വിശുദ്ധ ബെർണാദ് പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അവൻ പറഞ്ഞതാണ് ബെർണാദ് പറഞ്ഞത്. എന്താ വിശുദ്ധ ബെർണാദ് പറഞ്ഞത്? മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ ഉത്തിരിയം ഭക്തിപൂർവം, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇട്ടിട്ട് എന്ത് തോന്നിവാസം ചെയ്യാന്നല്ല, ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കളുണ്ടല്ലോ അത് നശിച്ചു പോകാൻ മാതാവ് ഒരിക്കലും അനുവദിക്കില്ല എന്നും തൻ്റെ പ്രിയ മക്കളായിട്ട് മാതാവ് അവരെ സംരക്ഷിക്കും എന്നാണ് വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർമ്മല ഉത്തിരിയെ ധരിച്ചിട്ട് ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ധരിച്ചിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്യാം. അല്ലയോ? അതല്ല കേട്ടോ. ഇത് ധരിച്ചിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്താൽ ശരിയാവില്ല. അതാണ് ഉത്തിരിയം ധരിക്കുന്നവരുടെ തെറ്റിദ്ധാരണയെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഉത്തിരിയം ധരിക്കുന്നതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ. എന്താ തെറ്റിദ്ധാരണ? ശ്രദ്ധിച്ചു കേട്ടോ. എപ്പോഴും ഉത്തിരിയം ധരിക്കുന്ന ഒരു വ്യക്തി മാരക പാപജീവിതത്തിൽ തുടർന്നാൽ അവർ കർമ്മല മാതാവിനെ പരിഹസിക്കുന്നവരാണ്. അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന ധാരണ തീർത്തും തെറ്റാണ്. അവർക്ക് ഉത്തിരിയം ധരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവം നൽകുകയില്ല. കണ്ടോ? വല്ലത് പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴും ഉത്തിരിയം ധരിക്കുന്ന ഒരു വ്യക്തി മാരകമായ പാപജീവിതത്തിൽ തുടർന്നാൽ അവർ കർമ്മല മാതാവിനെ പരിഹസിക്കുകയാണെന്ന്. അതായത് ഈ ഉത്തിരിയം കഴുത്തിലിട്ടിട്ട് എല്ലാ തരത്തിലുള്ള മദ്യപാനം, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും, എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളും, എല്ലാ തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളും രീതികളും ശൈലികളും അങ്ങനെ ജീവിച്ച് ഞാൻ ഈ ഉത്തിരിയം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള ചിന്തകൾ തെറ്റാണ്. അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന ധാരണ തീർത്തും തെറ്റാണ്. അവർക്ക് ഉത്തിരിയം ധരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവം നൽകുകയില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഇനി അടുത്ത് പറയാം. അടുത്ത വിശുദ്ധനാരാ പറഞ്ഞത് നോക്കട്ടെ. അടുത്ത വിശുദ്ധൻ കണ്ടോ? വിശുദ്ധ ആൻസലം പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടേ. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയാണ് കേട്ടോ. എന്താണ് അവൻ പറഞ്ഞതെന്ന് വിശുദ്ധ ആൻസലം നമ്മോട് പറയുകയാണ്. വിശുദ്ധ ആൻസലം പറയുന്നത് ഇങ്ങനെയാണ്. ഉത്തിരീയധാരികളായ മരിയ ഭക്തരോട് പറഞ്ഞത്, വിശുദ്ധ ആൻസലം ഉത്തിരീയധാരികളായ മരിയ ഭക്തരോട് പറഞ്ഞത്, നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകില്ല എന്നതിനാൽ
സന്തോഷിച്ച് ആനന്ദിക്കുവിൻ മരിയ ഭക്തരെ എന്നാണ് വലത് പറഞ്ഞേ. ഹല്ലേലൂയ. കണ്ടോ വിശുദ്ധ ആൻസലം പറഞ്ഞത് കണ്ടോ? ഉത്തിരിയം ധരിച്ച മരിയ ഭക്തരെ, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. കാരണം എന്താ? നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോവില്ല എന്ന്. ഉറങ്ങാണോ ഇരുന്നിട്ട്? ഉറങ്ങുണ്ടോ? വലത് പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ ഉത്തിരിയ ഭക്തരെ, മരിയ ഭക്തരെ, നിങ്ങൾ സന്തോഷിക്കുവിൻ. വിശുദ്ധ ആൻസലം പറയുകയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോവില്ല എന്ന്. ഇത്രയും വലിയ സന്തോഷം നമുക്ക് വേറെ കിട്ടാനുണ്ടോ? മനസ്സിലായോ? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കണ്ടോ? മനസ്സിലായോ? അങ്ങനെയാണ് പറയുക. കർത്താവ് കുറ്റം ചുമത്താത്തവൻ എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷമല്ലേ? ആ സന്തോഷം ഉണ്ടാവണമെന്ന്. കാരണം മരിയ ഭക്തേ, നീ ശ്രദ്ധിക്കുക, നിൻ്റെ സന്തോഷം തൊട്ടാ ജോലി കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെയല്ല. രോഗമാറി ശാന്തി കിട്ടി, ഇതൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ ആത്യന്തികമായ സന്തോഷം എന്താ? ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പിശാച് ഇടിമിന്നൽ പോലെ നിലത്ത് വീണുന്നിട്ട് സന്തോഷിക്കൊന്നും വേണ്ട, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഒരു ഉത്തിരിയം ധരിച്ച് ഞാൻ ഭക്തനായി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആത്മാവ് ഒരിക്കലും നരകത്തിൽ പോവില്ല, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിലല്ലേ ഏറ്റവും വലിയ സന്തോഷം. എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത് നിസ്സാര സന്തോഷക്കാരനാണോ? ആ ഒരു സന്തോഷം അതാണ്. ഇവിടെ ഒരു സഹോദരൻ റാഫി, അമ്മാടൻ റാഫിയേട്ടൻ ഇവിടെ കയറി സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. കുമ്പസാരത്തെ പറ്റിയുള്ള വലിയ സാക്ഷിയായിരുന്നു അദ്ദേഹം. ഇവിടെ കയറി സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മാസം തുടക്കാതെ ഈ വർഷം ജനുവരിയിൽ ഇവിടുത്തെ ആദ്യത്തെ ധ്യാനം, ഈ വർഷത്തെ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു റാഫിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ സാക്ഷ്യപത്രത്തിൽ, പഴയ സാക്ഷ്യപത്രത്തിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായി, ഫസ്റ്റ് സാക്ഷിയായിട്ട്. അപ്പോൾ അതിൽ സാക്ഷി ഇങ്ങനെയാണ്. ഈ വ്യാഴാഴ്ച ദിവസം എല്ലാവരും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും അവസാനം റാഫിയേട്ടൻ സാക്ഷ്യപ്പെടുത്താൻ വരിക. വെള്ള ഷർട്ടും ധരിച്ച അദ്ദേഹം ഇവിടെ കയറിയിട്ട് പറഞ്ഞു, ഈ വ്യാഴാഴ്ച രാത്രി അവസാന ആരാധന സമയത്ത് ആദ്യമായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞ സന്ദേശം എന്നെ പറ്റിയാണ്. അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. ഒരു മനുഷ്യൻ ഒരേ പാപം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് കർത്താവ് തരുന്ന സന്ദേശം ഇതാണ്: ഇനി നീ ആ പാപം കുമ്പസാരത്തിൽ പറയേണ്ട, കർത്താവ് അത് ക്ഷമിച്ചു. ഇങ്ങനൊരു സന്ദേശം ആ വ്യക്തിക്ക് തരുന്നു എന്ന് ഇങ്ങനെ ഞാൻ വിളിച്ചു പറയാണ്. അദ്ദേഹം പറഞ്ഞു, റാഫിയേട്ടൻ പറഞ്ഞു, ഇത് ഞാൻ ഒരു പാപം ചെയ്തു, അങ്ങനെ ഞാൻ പോയി കുമ്പസാരിച്ചിട്ട് എനിക്ക് കുറ്റബോധം പോകുന്നില്ല. എൽറുഹ ധ്യാനകേന്ദ്രത്തിൽ താമസമുള്ള ധ്യാനത്തിന് വന്നപ്പോൾ ഞാനിങ്ങനെ റിജോസിൻ്റെ ക്ലാസ്, രാവിലത്തെ പാപത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ പോയി കുമ്പസാരിച്ചു. ഇതേ പാപം തന്നെ ഏറ്റു പറഞ്ഞു. അതിനുശേഷം എൽറുഹ ധ്യാന ശുശ്രൂഷകളിൽ 2 കുമ്പസാരം ഉണ്ടായിരിക്കും താമസമുള്ള ധ്യാനത്തിൽ. അങ്ങനെ രണ്ടാമത്തെ കുമ്പസാരം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം ആവശ്യമുള്ളവർക്ക് പോയി കുമ്പസാരിച്ചാൽ മതി. പക്ഷേ അദ്ദേഹം കുറ്റബോധം നിമിത്തം വ്യാഴാഴ്ച രാവിലെ 9:30 കുമ്പസാരിച്ചു. പിന്നെ വൈകിട്ട് 4:00 കുമ്പസാരമുണ്ട്. അതേ പാപം തന്നെ ഏറ്റു പറഞ്ഞ് വീണ്ടും കുമ്പസാരിച്ചു. കണ്ടോ ഇദ്ദേഹത്തിൻ്റെ ചിന്ത? ദൈവം എന്നോട് ക്ഷമിച്ചിട്ടില്ല, ഇതേ ചിന്ത. അതുകൊണ്ട് ഒരേ പാപം 4 പ്രാവശ്യം കുമ്പസാരിച്ചു. 3 പ്രാവശ്യം ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ആ താമസമുള്ള ധ്യാനത്തിൻ്റെ സമയത്ത് കുമ്പസാരിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കുറ്റബോധം പോകുന്നില്ല. ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തില്ലേ, ഇത്ര വലിയ തെറ്റ് ചെയ്തില്ലേ, കർത്താവിനോട് ക്ഷമിക്കാവോ. ഈ കുറ്റബോധത്തിൽ അദ്ദേഹം അഭിഷേക ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് ഇരിക്കുകയാണ്. ആ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛനോട് വിളിച്ചു പറയുക, ഒരു വ്യക്തി ഒരേ പാപം വീണ്ടും കുമ്പസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് കർത്താവ് പറയുക, നീ അത് കുമ്പസാരത്തിൽ പറയണ്ട, നീ അത്രമാത്രം അനുദപിച്ചത് ഏറ്റുപറഞ്ഞത് ദൈവം കേട്ടു, നിൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു എന്ന് പറയല്ല. ഈ മനുഷ്യൻ പറയുക, എൻ്റെ ആ പാപം കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ ധ്യാന ഹാളിലുണ്ടായിരുന്ന 272 പേര് ഒരുമിച്ച് ആ റാഫിയേട്ടൻ്റെ കൂടെ പറഞ്ഞു, കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞ ഒറ്റ പറച്ചിലാണ്. കണ്ടോ വലുത് പറഞ്ഞ് ഹല്ലേലൂയ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം കിട്ടിയവനല്ലേ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനല്ലേ ഭാഗ്യവാൻ. നാട്ടുകാർ കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനല്ലാട്ടാ. നീ ആരെ പ്രസാദിപ്പിക്കാനാണ് നടക്കുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നടന്നു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടന്നാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാളെ പ്രസാദിപ്പിക്കാൻ നോക്ക്.
ദൈവത്തെയും മാമനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കയ്യടി കിട്ടും വേണം എന്നാൽ ദൈവത്തെ സാധിക്കും, അത് നടക്കില്ല. ഒന്നല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യടി സ്വീകരിക്കുക. മനസ്സിലായോ? അപ്പോൾ കർത്താവ് കുറ്റം ചുമത്തില്ല, പക്ഷെ മനുഷ്യർ കുറ്റം ചുമത്തും. ഇനി മനുഷ്യർ കുറ്റം ചുമത്താത്ത ഇരിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ ദൈവം കുറ്റം ചുമത്തും. ആരും കുറ്റം ചുമത്താതിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. മനസ്സിലായോ? ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയല്ല പറയുക, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ മരിയ ഭക്തരെ, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. നിങ്ങൾ ഈ ഭക്തിപൂർവ്വം കഴുത്തിലൊരു ഉത്തിരിയം ധരിക്കുമ്പേ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോവില്ലെന്ന് എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അത് മാത്രം മതിയല്ലോ നമുക്ക് ഈ ലോകം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജീവിതം മുഴുവനും സന്തോഷിക്കാൻ. ഞാൻ ഒരിക്കലും നരകത്തിൽ പോവില്ല. ഈ ഒരു അറിവ് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. ഞാനൊരു പാപം അനുദപിച്ച് അത് ഇനി പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയുമ്പോൾ കർത്താവ് എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. ആ ഒരു അറിവ് എനിക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. അമ്മേ, അതാണ് കുമ്പസാരത്തിലൂടെ കിട്ടുന്ന സന്തോഷം. ആ ധ്യാനത്തിൽ പങ്കെടുത്തവരുടെയും ഈ നിൽക്കുന്ന എൻ്റെയൊക്കെ വിശ്വാസം, എന്തിലുള്ള വിശ്വാസം? കുമ്പസാരം എന്ന കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കൂദാശയിലുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിപ്പിച്ചൊരു അനുഭവമായിരുന്നു ആ റാഫിയേട്ടൻ്റെ ആ സംഭവം. മനസ്സിലായോ? അത്രമാത്രം വിശ്വാസം, എത്ര പ്രസംഗത്തെക്കാൾ എത്രയോ വലുതായിരുന്നു അദ്ദേഹത്തിനൊരു സാക്ഷ്യം. നമ്മളൊരു പാപം ദൈവസന്നിധി അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ഇനി പാപം ചെയ്യില്ലെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ധ്യാനത്തിൽ 3 അബോർഷൻ കഴിഞ്ഞൊരു പെങ്കുച്ച് വരിക. 3 അബോർഷങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിയാതെ 3 അബോർഷൻ കഴിഞ്ഞു. ചെറുപ്പം പെൺകുട്ടി വാവിട്ട് നിലവിളിച്ച് എൻ്റെ മോളെ ഇത് എന്താ നീ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ തലൊരു കരഞ്ഞ് നിലവിളിച്ച് കാറി കൂകി അതിവിടെ കിടന്ന് ബഹളടിച്ച് പ്രാർത്ഥിക്കുക. കുറ്റബോധവും എല്ലാ ബോധവും അപ്പനെ പറ്റിച്ചിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ രോഗമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി 3ാമത്തേനെ അബോർഷൻ ചെയ്യിപ്പിച്ചു. വീട്ടുകാർക്ക് അറിയാം, ചിലർക്കൊക്കെ. അങ്ങനെ ആരും അറിയിച്ചിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആ പെൺകുട്ടി കടന്നു പോയി. 2 ആഴ്ചയായിട്ടുള്ള അവസാനത്തെ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റായ ബന്ധത്തിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് വേണ്ടെന്ന് വയ്ക്കുക. ആ കുട്ടി തീരുമാനിച്ചു ഇവിടെ കിടന്ന് ബഹളടിച്ച് സ്തുതിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഹന്നാവളം തെളിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് സ്തുതിക്കുന്ന കാണാം. പാവം, ഞാൻ എന്തൊരു സ്തുതിപ്പാണ്, എനിക്ക് മനസ്സിലായി നന്നായി അനുദപിച്ചിട്ടുണ്ടെന്ന്. ആ കുട്ടി ഇവിടെ അവസാന ദിവസം സാക്ഷ്യം പറയുകയാണ്, എൻ്റെ പേര് അച്ഛനൊന്ന് വിളിച്ചു പറയുന്നത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. എൻ്റെ ദൈവം എൻ്റെ അച്ഛനിലൂടെ എൻ്റെ പേര് എന്നോട് കർത്താവ് ക്ഷമിച്ചുവെങ്കിൽ എന്നോട് എൻ്റെ പേര് അച്ഛൻ പറയണം, ഈശോ പറയണം. എവിടെ? അവസാന ദിവസം വ്യാഴാഴ്ച രാത്രി ആരാധന സമയത്ത് അവളുടെ പേര് അച്ഛൻ വിളിച്ച് പറയുകയാണ്. മനസ്സിലായോ? അത് ആ കുട്ടിയാണെന്ന് എനിക്കറിയില്ല. ആ മകള് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ പേര്? ഇതാണ് പേര്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. മനസ്സിലായോ? കർത്താവിൻ്റെ പാപം ക്ഷമിച്ചു, അനുദപിക്കുന്ന പാപികളെ വിശദീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ് നീ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധരെന്താ പറയണേ? അത് കർത്താവ് പറഞ്ഞതാണ്. സഭ എന്താ ഔദ്യോഗികമായി പഠിപ്പിക്കണേ? അത് കർത്താവ് പറഞ്ഞതാണ്. മനസ്സിലായോ? പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് കർത്താവ് പറഞ്ഞിട്ട് പറയുന്നതാണ്. മനസ്സിലായോ? അവൻ പറഞ്ഞതുപോലെ ചെയ്താലല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഐശ്വര്യം സംരക്ഷണമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം, പക്ഷെ നമ്മൾ കർത്താവ് പറയുന്ന പോലെ ചെയ്തില്ലെങ്കിലോ? മനസ്സിലായോ? ഞങ്ങൾക്കാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കും, അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലാന്ന് ഞാൻ കരുതുകയാണ്. ഈ കഴിഞ്ഞ എന്താ പറയുക, ഈ നോമ്പ് കാലം, ഈ കഴിഞ്ഞ നോമ്പ് കാലം 50 നോമ്പ് അത് കഴിഞ്ഞു. പുതുഞായർ അല്ലേ, മലയാറ്റൂർ പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ സമയത്ത് മലയാറ്റൂർ ആ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ആഴ്ച 2 പിള്ളേരങ്ങടാണ് ആ മലയാറ്റൂർ ആ നദിയിൽ മുങ്ങി മരിച്ചത്. കണ്ടോ? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. മലയാറ്റൂർ കുളിക്കാൻ പോയി, അവിടെ ആ നദിയിൽ അവർ കുളിക്കാൻ ഇറങ്ങിയിട്ട് 2 പിള്ളേരുകൾ യൂത്ത് മുങ്ങി മരിച്ചു. പത്രത്തിലൊക്കെ ഞാൻ കണ്ടു. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, ഏകദിന കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷനിൽ ശക്തമായ രീതിയിൽ തന്ന സന്ദേശം 10:30 വിടുതൽ പ്രാർത്ഥന സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഉത്തിരിയം ധരിക്കാത്ത മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, ഉത്തിരിയം ധരിക്കണം. മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. കർമ്മല മാതാവ് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഉത്തിരിയം ധരിക്കാത്ത മക്കളെ നിങ്ങൾ ഉത്തിരിയം ധരിച്ചോളോ എന്ന് പല പ്രാവശ്യം ആ വിടുതൽ പ്രാർത്ഥന സമയത്ത് സന്ദേശം തന്നു. അങ്ങനെ അന്നത്തെ ശുശ്രൂഷ മൊത്തം കഴിഞ്ഞു. 2:30, 2:45 എല്ലാം കഴിഞ്ഞു. ഞാൻ ആൾക്കാരെ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ വരികയാണ്.
അദ്ദേഹം വന്ന് പറഞ്ഞു, അച്ഛൻ കേട്ടിരിക്കും, ഒരു 2-3 ആഴ്ച മുമ്പ് 2 പേര് ഈ മലയാറ്റൂർ പോയിപ്പോൾ കുളിക്കാനിറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചത്. അപ്പോൾ ഞാൻ പോയി ഞാൻ പത്രത്തിൽ കണ്ടു, അതിലൊരു മകൻ എൻ്റെ മകനാണ്. ആ ചേട്ടൻ പറയാം, ഞാനൊരു ശുശ്രൂഷകനാണ്. ഞാൻ 18 വർഷമായി ഒരു ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ മകനാണച്ചാ വെള്ളത്തിൽ പോയി മരിച്ചത്. സങ്കടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അവൻ്റെ കഴുത്തിൽ വെന്തിങ്ങി ഉണ്ടായിരുന്നോ? ഇട്ടത്ത് വയ്ക്കാൻ പ്രാർത്ഥനക്കാരൻ ചേട്ടൻ പറഞ്ഞു, കൊന്തി ഉണ്ടായിരുന്നു വെച്ചാൽ കൊന്തിട്ടിട്ട് എന്താ കാര്യം എൻ്റെ ചേട്ടൻ? കൊന്തിടാനാണോ മാതാവ് പറഞ്ഞു? കൊന്തിടാനാണോ യേശു പറഞ്ഞിരിക്കുന്നത്? അവൻ പറയുന്ന പോലെയല്ലേ ചെയ്യേണ്ടത്. അവൻ പറഞ്ഞതുപോലെ ചെയ്താലല്ലേ സംരക്ഷണം കിട്ടുള്ളൂ. ചേട്ടൻ്റെ കഴുത്തിൽ വെന്തിങ്ങി ഇല്ല, കൊന്തി ഉണ്ടാച്ചാൽ 18 വർഷമായി പ്രാർത്ഥനക്കാരനായി ജീവിക്കുന്ന ഒരു ധ്യാന സെൻറ്ററിൽ. ഒരു പക്ഷേ ഈ ധ്യാന സെൻറ്ററിലും ഉണ്ടാവും. എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. കൗൺസിലേഴ്സിനോട് പറയും, മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് പറയും, കിച്ചണിലെ ജോലിക്കാരോട് പറയും, എല്ലാവരോടും പറയും, വെന്തിങ്ങിട്ടോളോ. എന്നാലും ഒറ്റയ്ക്ക് അനുസരിക്കില്ല ചിലതെണ്ണം. നമുക്ക് നിർബന്ധിച്ച് കഴുത്തിലിടാൻ പറ്റുമോ? ഇത് ഭക്തിപൂർവ്വം ധരിക്കണം, നിർബന്ധിച്ചിട്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഭക്തിപൂർവ്വം ധരിക്കണം. മാതാവിന് സ്നേഹം വേണം. മനസ്സിലായോ? വിശാഖ സമ്മതിക്കില്ല ഇടാനായിട്ട്. അത് ചൊറിഞ്ഞു കൊള്ളുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഇടില്ല. മനസ്സിലായോ? ഈ ശുശ്രൂഷകൻ അത് ഇട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകനോട് ഇത് പറഞ്ഞില്ല, മകനും ഇട്ടില്ല, ദേ വെള്ളത്തിൽ പോയി മരിച്ചു. അദ്ദേഹം പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുക. ഇവിടെ നിറക്കുന്ന പുസ്തകമാണ്. ഡോക്ടർ KJ മാത്യു എഴുതിയതാണ്. ബിഷപ്പ് അലക്സ് വലക്കുന്തല പിതാവും പാമ്പളാനി പിതാവും ആശംസകൾ എഴുതിയ പുസ്തകമാണ്. ഉത്തിരിയം എപ്പോഴും ധരിക്കേണ്ട ആയുധം. എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും ഈ പുസ്തകം ഓരോന്ന് വെച്ച്. വീട്ടിൽ പോകണത് അവിടെ ഇടുക, വായിക്കുക. ചിലപ്പോൾ നിങ്ങൾ വായിച്ചില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ വായിക്കും. ഇനിയിപ്പോൾ വായിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് വായിക്കും. ദൈവം പ്രവർത്തിക്കുക അതിലൂടെ. കാറ്റീസും കുട്ടികളോ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ടീച്ചേഴ്സും വചനപ്രഘോഷകരൊന്നും ആവണ്ട. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും അയൽപ്പക്കത്തും കുടുംബസമ്മേളനം യൂട്ടിലും നിങ്ങളായിട്ട് ഇടപെടുന്ന അമ്മ സംഘം, മാതൃസംഘം, ആ സംഘം, ഈ സംഘം, പിതൃസംഘം, അല്ലെങ്കിൽ വിൻസെൻ്റ് പോള്, അവിടേക്ക് ഇത് പറയുക. ഒരാൾ നിങ്ങളോട് ഒന്നും പറയാൻ പറ്റില്ല. വികാരിച്ചമാരെന്തെങ്കിലുമൊക്കെ എതിർത്ത് വന്നു കഴിഞ്ഞാൽ പുസ്തകം കാണിക്കുക. ആധികാരിക പുസ്തകമാണ്, സഭയുടെ പഠനമാണ്. ചില വൈദികർക്ക് പോലും ഇത് അറിയില്ല. അവരെ നമ്മൾ തിരുത്തുക. അതെങ്ങനെയുണ്ട്? ഉത്തിരിയാണ് കഴുത്തിൽ ധരിക്കേണ്ടത്. ഇനി കൊന്ത ധരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉത്തിരിയും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കൊന്ത ധരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. ചെല്ലിയാൻ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. ശക്തിയിൽ നമ്മൾ പറയണം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തകത്തിൽ ആ കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. ഉത്തിരിയം കണ്ട, ഉത്തിരിയം എപ്പോഴും ധരിക്കേണ്ട ആയുധം. എപ്പോഴും ധരിക്കാന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ ഊരി വയ്ക്കാന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിലെവിടെ ഞാൻ നോക്കട്ടെ കേട്ടോ, എവിടെ അച്ഛൻ വായിച്ചിരുന്ന ഈ സാധനം. ഇത് എപ്പോഴാണിത് ഊരി വയ്ക്കേണ്ടതായിട്ട്, ഒരേ ഒരു സമയത്ത് മാത്രമേ ഇത് ഊരി വയ്ക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട്. എവിടെയെങ്കിലായിട്ട് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായി. ഇത് ഊരി വയ്ക്കാനായിട്ട് ഒരു അനുവദിക്കുന്ന ഒരേ ഒരു സമയം എപ്പോഴാണെന്നറിയാം. കണ്ടോ, ഉത്തിരിയം ഏൽപ്പിക്കൽ ശുശ്രൂഷ സ്വീകരിച്ച വ്യക്തി വീട്ടിലെ കുളിമുറിയിൽ കുളിക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ഒഴികെ എപ്പോഴും പകലും രാത്രിയും ഉത്തിരിയം ഭക്തിപൂർവ്വം കഴുത്തിൽ ധരിക്കണം കേട്ടോ. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഉത്തിരിയം ഊരി വയ്ക്കാമെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ഉത്തിരിയം ഊരി വയ്ക്കാമെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. എപ്പോഴാണെന്നറിയോ? നീ നിൻ്റെ വീട്ടിൽ കുളിമുറിയിൽ കുളിക്കുമ്പോൾ ഒരല്പസമയത്തേക്ക് മാത്രം വേണമെങ്കിൽ ഊരി വയ്ക്കാം. തോട്, പുഴ, കനാല്, കടൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഉത്തിരിയം കഴുത്തിൽ നിന്ന് ഊരി അതിലേക്ക് എടുത്ത് ചാടെ ഇറങ്ങുക ചെയ്യരുത്. പിശാചിങ്ങനെ നോക്കിയിരിക്കുക, ഇത് എപ്പോഴാണ് നിൻ്റെ കഴുത്തിൽ നിന്ന് ഊരുന്നതെന്ന്. പിശാചിന് മരണം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇതിനെപ്പറ്റി, ഈ ഉത്തിരിയത്തെപ്പറ്റി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അച്ഛൻ പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അച്ഛൻ ഈ ഉത്തിരിയത്തെപ്പറ്റി നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഈ ധ്യാന സെൻറ്റർ ഇതുപോലെ ആയിട്ടില്ല. അച്ഛനെയും കുറേ പേർക്ക് അറിയില്ല അന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അറിവുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അന്ന് വേറെ രീതിയിലാണ് പ്രസംഗിച്ചത്, ഇന്നിപ്പോൾ വേറെ രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നത്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ അച്ഛൻ പറയുന്നുണ്ട് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി. ഇത് കണ്ടോ, ഹെബ്രായർ 2:14 ശ്രദ്ധിച്ച് കേട്ടോ. ഹെബ്രായർ 2:14 മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കാവുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി.
അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. വല്ലത്തി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, പിശാചിന് മരണം കൊണ്ടുവരാൻ പറ്റുമെന്ന്. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കാവുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ. അപ്പം മരണത്തിൻ്റെ മേൽ ആർക്ക് അധികാരമുണ്ട്? പിശാചിന് അധികാരമുണ്ട്. പിശാച് മരണം കൊണ്ടുവരും. എല്ലാ മരണങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന മരണങ്ങളല്ല. ആരെങ്കിലും വണ്ടി ഇടിച്ച് മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു, പാമ്പ് ഇടിച്ച് മരിച്ചു, ഇപ്പോൾ 2 കൊച്ചങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അത് ദൈവഹിതപ്രകാരമായ മരണമാണെന്നാണോ കരുതുന്നത്? ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. പിശാചാണ് അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചത്. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ അവിടുന്ന് തോൽപ്പിച്ചു. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രം, ചാത്തൻ സേവ, പിശാചിന് മരണം കൊണ്ടുവരാൻ പറ്റും, രോഗം കൊണ്ടുവരാൻ പറ്റും. അത് വരാതിരിക്കാൻ ഈ ഉത്തിരിയം ധരിക്കാൻ പറയണേ. ആസ്മേസ് ദേവൂസ് എന്നു പേരുള്ള ദുഷ്ട പിശാച് വസിക്കുന്ന ചില കുടുംബങ്ങൾ, അവിടുത്തെ വ്യക്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ താമസ ധ്യാനം നടക്കുന്ന സമയത്താണ് ഈശോ ആദ്യമായിട്ട് ഇത് വെളിപ്പെടുത്തി തന്നത്. ആസ്മേസ് ദേവൂസ് എന്നു പേരുള്ള ദുഷ്ട പിശാചാണ് സാറയുടെ ജീവിതം, കുടുംബം തകർത്തത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ അല്ലേ? എന്നും ഒരു കല്യാണം കഴിക്കും, അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിക്കും. അടുത്ത ആളെ കല്യാണം കഴിക്കും, അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിക്കും. പിന്നത്തെ ആളെ കല്യാണം കഴിക്കും, അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിക്കും. ഇങ്ങനെ 6-7 ഭർത്താക്കന്മാർ മരിച്ചു. പിന്നെ റാഫേൽ മാലാഖ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അതുപോലെ ചെയ്തപ്പോഴാണ് ഈജിപ്തിന് അങ്ങേയറ്റത്തേക്ക് ആ ദുഷ്ടപിശാചിനെ കർത്താവ് ദൂതൻ എന്നിട്ട് ആട്ടി ഓടിച്ചത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് സത്യമായ കാര്യം അച്ഛൻ പറയണേ. ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളിൽ ഈ അസ്മേസ് ദേവൂസ് എന്ന് പേരുള്ള ദുഷ്ടപിശാചുണ്ട്. അതുമൂലം തർക്കം, കലഹം, രോഗം, തടസ്സം, ദുരിതം, മരണം, ഒന്നിനെ പുറകെ ഒന്നായിട്ട് ബുദ്ധിമുട്ട്. ആ വീട്ടുകാരെന്നെ ചിന്തിക്കുകയുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തൊരു പിശാചുണ്ടെന്ന്. മനസ്സിലായോ? അതിന് ആട്ടി ഓടിക്കണമെങ്കിൽ ഈ ഒരു ഉത്തിരീയം കഴുത്തിലിടുക. അപ്പോൾ ഒരു സംരക്ഷണം കിട്ടും. അതിനെപ്പറ്റി അച്ഛൻ പറഞ്ഞുതരാം. റാഫേൽ മാലാഖയുടെ പ്രാർത്ഥന സ്റ്റോളിൽ ചോദിച്ചാൽ കിട്ടും. ആ റാഫേൽ മാലാഖയുടെ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലാം മുടങ്ങാതെ. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒറ്റയ്ക്കോ റാഫേൽ മാലാഖയുടെ ജപം അല്ലെങ്കിൽ പ്രാർത്ഥന നൊവേന തുടർച്ചയായി ചെല്ലി നോക്കിയേ, ആ പിശാച് ഓടിപ്പോവും. മനസ്സിലായോ? ഭയങ്കര വ്യത്യാസം വരും. ഇവിടെ കയറി സാക്ഷ്യം പറയണ്ട. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. എൻ്റെ കുടുംബത്തിൽ ഇന്ന തകർച്ചകളുണ്ടായിരുന്നു, ഞാൻ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു, അതുപോലെ ആ പിശാചിനെ വിട്ടുപോയി. കണ്ടോ? ഇതാണ് റാഫേൽ മാലാഖയുടെ നൊവേന നമ്മളിവിടെ നടക്കുന്നുണ്ട്. കർത്താവ് തന്ന ശക്തമായ സന്ദേശമാണ്. ഇതിനെയൊക്കെ ചിലരൊക്കെ നിസ്സാരമായിട്ട് കരുതിക്കൊണ്ടിരിക്കണേ. മനസ്സിലായോ? ഈ 2 പേജുള്ള ഈ കാർഡ് ഇത് മതി നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട്. ഇതുകൊണ്ടൊന്ന് വാങ്ങിക്കൊണ്ടുപോയി ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. എന്നിട്ട് മാറ്റമുണ്ടോ എന്ന് നോക്ക്. മനസ്സിലായോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ പറയും, ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കുളിക്കണ സമയം ഒരു 15-20 മിനിറ്റ്, ആ സമയം മാത്രം നമ്മുടെ കഴുത്ത്. അത് ഇപ്പോൾ എന്താ പറയുക, ഈ ബാത്റൂമിൽ കുളിക്കുമ്പോൾ, വീട്ടിൽ കുളിക്കുമ്പോൾ, അല്ലാത്ത ഒരു സമയത്തും കഴുത്തിൽ നിന്ന് ഒത്തിരി മാറ്റരുതെന്നാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ പറയുന്നത് വേറൊരു വൈദികൻ ഞങ്ങൾ സെമിനാരി കാലത്ത് പറഞ്ഞതിൻ്റെ പേരിൽ പറയുന്നതാണ് കേട്ടോ. സെമിനാരി കാലത്ത് ഈ നോഷ്യേറ്റ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. നോഷ്യേറ്റ്, അതായത് ഈ ഉടുപ്പൊക്കെ കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ക്ലാസ് എടുക്കാൻ ഒരു വൈദികൻ വരുമായിരുന്നു. വളരെ പ്രായം ചെന്നൊരു വൈദികനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആടി വരും. വളരെ വയസ്സായ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ വന്നിട്ട് ഞങ്ങളോട് പറയും, പ്രിയ ബ്രദേഴ്സ്, നിങ്ങൾ ഒരു ദിവസം അച്ഛൻ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്. അച്ഛൻ ക്ലാസ്സിൻ്റെ ഇടയിൽ പറയുക, പ്രിയ ബ്രദേഴ്സ്, ഞങ്ങൾ 19 ബ്രദേഴ്സ് ഉണ്ടായി. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ഉത്തിരിയം ഊരരുത്. എപ്പോൾ പോലും കുളിക്കുമ്പോൾ പോലും ആരും കഴുത്തിൽ നിന്ന് ഊരരുത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞു, ഒരു വിശുദ്ധനായ മനുഷ്യൻ, ഒരു വിശുദ്ധൻ, അദ്ദേഹം കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കാൻ എവിടെ? കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉത്തിരിയും ഊരി വെച്ചു. നനയേണ്ട, സോപ്പാവണ്ട, എണ്ണയാവണ്ട എന്നൊക്കെ കരുതിയത് ഊരി വെച്ചു. അങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങി. എന്ത് സംഭവിച്ചു? പിശാച് ആക്രമിച്ചു. ഇദ്ദേഹം ആ മലയാറ്റൂർ പോയ പിള്ളേരെ പോലെ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. മനസ്സിലായോ? അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
അത്ഭുതകരമായി രക്ഷപ്പെട്ടപ്പോൾ മാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തു, എൻ്റെ മകനെ, നീ കുളിക്കുമ്പോൾ പോലും ഉത്തിരി ഊരരുത്. നീ എപ്പോഴാണ് ഈ ഉത്തിരിയും ഊരുന്നതെന്ന് പിശാചികനെ നോക്കി നിൽക്കുകയാണ് നിന്നെ ആക്രമിക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ അത് ബാത്റൂമായിക്കോട്ടെ, നീ നിൻ്റെ കുളിമുറിയിൽ വീട്ടിനുള്ളിൽ കുളിക്കുകയാണെങ്കിൽ ശരി, ഇത് നീ പരമാവധി ഊരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോൾ നീ ഇത് കഴുത്തിൽ നൂരുന്നു എന്ന് പിശാചിങ്ങനെ നോക്കി നിൽക്കുകയാണ് നിന്നെ ഒന്ന് തള്ളിയിടാനായിട്ടും ഉന്തിടാനായിട്ടും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. സത്യം. അതൊരു അനുഭവം പറയാം. അതായത് ഒരിക്കലും ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്ററാണ്, പല കാര്യത്തിനും വിളിക്കാറുണ്ട്. വലിയ സ്ഥാനത്തിരിക്കുന്ന, വലിയ സ്ഥാപനത്തിൻ്റെ നേതാവായിട്ടിരിക്കുന്ന, നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല ചുറുചുറുവും എല്ലാം പഠിപ്പും ഇതൊക്കെ കഴിവൊക്കെയുള്ള സിസ്റ്ററാണ്. സ്ഥാപനത്തിൻ്റെ വലിയൊരു സ്ഥാപനത്തിൻ്റെ നേതാവാണ്. ആ സിസ്റ്റർക്ക് ആളുകളായിട്ട് നടുവേനയും പുറവേനയ്ക്കായിരുന്നു. അപ്പോൾ ഇതിന് ഉഴിച്ചിലിന് പോയി. ഉഴിച്ചിലിന് 2 ആഴ്ചത്തെ ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് ആ ഡിസ്ക് സംബന്ധമായ രോഗം അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ അത് മാറി, ഒരു വിധം മാറി. 2 ആഴ്ച കഴിഞ്ഞ് ഉഴിച്ചിൽ അവിടെ കഴിഞ്ഞു, താമസമുള്ള ഉഴിച്ചിൽ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ കോൺവെൻറ്റിൽ വന്നിട്ട് ബാക്കി മറ്റ് അതിൻ്റേതായ 2 ആഴ്ച സ്വയമായിട്ട് ഈ ഇതിൻ്റെ കുഴമ്പൊക്കെ പുരട്ടി അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റ് ചെയ്തും അങ്ങനെ സ്ഥാപനത്തേക്ക് പോവും. പകൽ സമയം അല്പസമയം അവിടെ ഇരിക്കും. അങ്ങനെ പോകുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോണിലൂടെ വിളിച്ചു. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ കർത്താവ് ഈ ഉത്തിരിയും കാണിച്ചു തന്നു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഉത്തിരിയെ എപ്പോഴും ധരിക്കണം. കഴുത്തിൽ ഉത്തിരി ഉണ്ടാവാറുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഒരു ഉത്തിരിയും വാങ്ങി കഴുത്തിലിട്ടോടോ, അത് കുളിക്കുമ്പോൾ പോലും ഊരരുത്. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഉത്തിരിയും ഞാനിടാം, പക്ഷേ ഈ കുളിക്കുമ്പോൾ പോലും ഊരരുത്, അതെന്താ വെച്ചാൽ അങ്ങനത്, അതിപ്പോൾ നമ്മൾ എണ്ണയാവും, സോപ്പാവും, ഇതാവും ഇങ്ങനെ ആ സിസ്റ്റർ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞത്, സിസ്റ്റർ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അതിൻ്റെ രീതി അങ്ങനെയാണ്, മാതാവ് അങ്ങനെ പറഞ്ഞിരിക്കുക. കുളിക്കുമ്പോൾ പോലും ഒത്തിരി ഊരാതിരിക്കുന്നതാണ് സിസ്റ്റർക്ക് നല്ലത്. അത് ഈശോ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാക്കി സന്ദേശങ്ങളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്ത് വെച്ചു. 1 ആഴ്ച 1.5 ആഴ്ച കഴിയല്ല, ഈ സിസ്റ്റർ വിളിക്കുകയാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അച്ഛാന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് വിളിക്കുകയാണ്. കാരണം എന്താ സംഭവിച്ചത്? ഇത് ദേ കുളിമുറിയിൽ കുളിക്കാൻ കയറി, ഈ എണ്ണയൊക്കെ പുരട്ടി, ഞാൻ വന്നതിന് കുഴമ്പോ എന്തൊക്കെ ഇട്ട് കുളിക്കാൻ കയറി, അത് ദേ വഴിക്ക് വീണു. ഭയങ്കര വീഴ്ചയായി അത് ഈ ബാത്റൂമിൽ. അപ്പോൾ ബാത്റൂമിലായിരിക്കും കുറേ പേര് വഴിക്ക് വീഴുന്നത്, അവിടെയായിരിക്കും. ഇത് വഴിക്ക് വീഴുന്ന ആ എവിടെയാണ് ഡിസ്കിന് കംപ്ലയിൻറ്റ് അവിടെ തന്നെ വീണ്ടും ഡാമേജ് പറ്റാണ്. കരച്ചിൽ, സങ്കടത്തോട് സങ്കടം. അതിൻ്റെ അധികാരികളൊക്കെ അതിനെ കുറ്റം പറയുന്നു, ശ്രദ്ധിക്കേണ്ട, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, ഇങ്ങനെയല്ലേ. കാരണം 2 ആഴ്ചത്തെ ഒഴിച്ചിൽ കഴിഞ്ഞ് വലിയ പൈസ 10,000 കൊടുത്ത് ചികിത്സയ്ക്ക് കഴിഞ്ഞ് വന്ന് കയറിയിട്ടുള്ളോ, കുറച്ച് ദിവസം ആയിട്ടുള്ളോ, അപ്പോഴാണ് ഇത് ശ്രദ്ധിക്കാതെ വീണ്ടും വന്നതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ വേറെ. ഇത് ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്നോട് സങ്കടം പറയുകയാണ്. അപ്പോൾ നമ്മളെന്താ പറയുക? ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊന്നുമില്ല. ഇങ്ങനൊരു ദുരിതം വന്നല്ലോ, അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നല്ലോ, എന്താ ചെയ്യുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഈ സിസ്റ്ററുടെ കരച്ചിലും വിഷമവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, കണ്ണടച്ച കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കർത്താവ് ഒത്തിരി ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ പൊക്കി പിടിച്ച് ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. സിസ്റ്ററുടെ ആ വിഷമത്തിനോട് ചേർന്ന് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഈശോ ഒത്തിരി ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ എടുത്ത വഴിക്ക് ആ സിസ്റ്ററുടെ കരച്ചിലിൻ്റെ ഇടയിൽ കൂടെ ചോദിച്ചു, സിസ്റ്റർ കഴുത്തിൽ ഒത്തിരിയിട്ടുണ്ടായെന്ന് ചോദിച്ചു കുളിക്കുന്ന സമയത്ത്. പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അപ്പോൾ ഇല്ല. എവിടെ ഇരുന്നത്? ഞാനത് കുളിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് ഊരി വെച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ, ഉത്തിരിയം കുളിക്കുമ്പോൾ പോലും ഉരുന്ന് വന്ന്. അതിനും ആ സിസ്റ്റർക്ക് ഭയങ്കര വിശ്വാസമായി. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും അപ്പം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് കർത്താവ് കാണിക്കുകയാണ് ബാങ്കുകാർ. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ബാങ്കുകാർ എന്തിനാ വന്നേ? ഈ ദിവസങ്ങളിൽ ബാങ്കുകാർ വന്നോ? സിസ്റ്റർ വന്നു. ഉവ്വ് ഇന്ന് എൻ്റെ അടുത്ത് ബാങ്കുകാർ വന്നിരുന്നു. മനസ്സിലായോ? എന്താ ബാങ്കുകാർ വന്നിട്ടുണ്ടായേ? 2 ബാങ്കുകാരാണ് സ്ഥാപനത്തിലേക്ക് വന്നത്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഞാൻ പറഞ്ഞു, ആ വന്നിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു തിന്മ വന്നിട്ടുണ്ട്. അവരാരോ സിസ്റ്ററിനെ വളരെ നെഗറ്റീവായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം ഈ സിസ്റ്ററിനെ കാണാൻ നല്ല ഭംഗിയാണ്, ആര് കണ്ടാലും നോക്കും. ഒരു ദൃഷ്ടിദോഷം സിസ്റ്റർക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ആരോ സിസ്റ്ററിനെ ആസ്വദിച്ച് നോക്കിയിട്ടുണ്ട്. ആ സിസ്റ്റർ വന്ന്, അച്ഛൻ വന്ന്, സത്യമാണ് അച്ഛാ, അതിലൊരാളുടെ നോട്ടം എനിക്ക് ഒട്ടും പിടിച്ചില്ല. അവളൊരു പ്രത്യേക രീതിയിൽ നെഗറ്റീവ് രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായേ.
ആ ബാങ്കുകാർ എഴുന്നേറ്റ് പോയി. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു. പിന്നെ ചായ കുടിച്ച് കുളിക്കാൻ കയറിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദേ വായിച്ച് കേൾപ്പിക്കാം. ഉത്തരീയത്തെ പറ്റി ശ്രദ്ധിച്ച് കേൾക്കുക. പലതരത്തിലുള്ള അപകടങ്ങളും ശത്രുക്കളുടെ ആക്രമണങ്ങളും പിശാചുകളുടെ നിരന്തരമായ പരീക്ഷണങ്ങളും പതിയിരിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ തീർത്ഥാടനം സുരക്ഷിതമായി പൂർത്തിയാക്കി നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ തൻ്റെ മക്കളെ കർമ്മലമാതാവ് പ്രത്യേകമാവിധം സംരക്ഷിക്കും എന്നതാണ് ഉത്തരീയ ഭക്തിയുടെ അന്തസത്ത. അതിനാൽ ഉത്തരീയ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ നിത്യരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉത്തരീയം നമുക്ക് നൽകുന്ന പ്രോത്സാഹന സമ്മാനം മാത്രമാണ്. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഉറങ്ങുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? പിശാച് ഉറക്കം വരുത്തും, ഈ നല്ല കാര്യം കേൾപ്പിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 18 വർഷം ശുശ്രൂഷയിലായിരുന്ന ചേട്ടൻ, പ്രാർത്ഥനക്കാരൻ ചേട്ടൻ എന്തോരം പ്രാർത്ഥിച്ചു, എന്നിട്ട് സംരക്ഷണം കിട്ടിയ ആ ചേട്ടന് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക, ഒരു പ്രാർത്ഥന ചെല്ലണമെന്ന് മാതാവ് പറയുന്നില്ല. ആ വാക്ക് ശ്രദ്ധിക്കുക. സംരക്ഷണം കിട്ടാനായിട്ട് ഒരു പ്രാർത്ഥന ചെല്ലണമെന്ന് മാതാവ് പ്രത്യേകം പറയുന്നില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി, എൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായി നീ ഒരു ഉത്തിരിയൊന്ന് ധരിക്കുക. അതുപോലും ധരിക്കാൻ എനിക്ക് പറ്റില്ലേ? ഇത്ര മഹത്തായ രക്ഷയാ മേണിക്കുന്ന നീ എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന പറയണേ? ഹെബ്രായർ 2:3. ഇത്ര മഹത്തായ ഒരു ഉത്തിരിയെ ഇത്തിരി ഒരു ചരട് അതിൻ്റെ ഇത് തട്ട് ഇതൊന്ന് കഴുത്തിൽ ധരിക്കാൻ പറഞ്ഞിട്ട് അതുപോലും ധരിക്കാൻ ബോധ്യമില്ലാത്ത, താല്പര്യമില്ലാത്ത, അതിനോട് വിഘടിച്ച് നിൽക്കുന്ന പിടിവാശിക്കാരി, നീ ശ്രദ്ധിച്ചോ? ഇത്ര മഹത്തായ രക്ഷയാ മേണിക്കുന്ന നീ എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന പറയണേ? നീ ചിലപ്പോൾ അഖണ്ഡജപമാരി ഒന്നും ചെല്ലുന്നുണ്ടായിരിക്കാം, കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ടാവും, പല പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടായിരിക്കാം. പക്ഷെ മാതാവ് പറഞ്ഞൊരു കാര്യം അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ബോധ്യപ്പെടുത്തി തന്നൊരു കാര്യം 18 വർഷമായി ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന ചേട്ടൻ, ആ വീട്ടിലല്ലേ ഇതുപോലെ ഒരു ദുരിതം വന്നത്? മനസ്സിലായോ? എന്നാൽ മാതാവ് പറഞ്ഞ ഈ കാര്യം, യേശു പറഞ്ഞൊരു കാര്യം അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ട് അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. അറിവില്ലായ്മ ഒരിക്കലും എക്സ്ക്യൂസ് അല്ലാന്ന് നമ്മൾ ലേവിയുടെ പുസ്തകത്തിൽ 5:5 വായിക്കുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ പലതരത്തിലുള്ള അപകടങ്ങൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, പിശാചിൻ്റെ നിരന്തരമായ പരീക്ഷണങ്ങൾ പതിയിരിക്കുന്ന ഈ ലോകം കണ്ടോ? പിശാചിങ്ങനെ പിശാചിനെന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. അതല്ലേ നമ്മൾ സങ്കീർത്തനം 34:5 പറയുക, ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ദൈവികമായ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. ദൈവദൂതന്മാർ ദൈവഭക്ത ചുറ്റും പാളയം അടിച്ചവരെ സംരക്ഷിക്കുന്നു. സംരക്ഷണം വേണം നമുക്ക്. മാതാവ് സംരക്ഷിച്ചില്ലെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഏൽറുഹ ശുശ്രൂഷയിൽ ധ്യാനത്തിൽ, താമസമുള്ള ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തൊക്കെ നോക്കുക. ഇവിടുന്ന് ആ ജോർജ് വാഴി ബ്രദറൊക്കെ എത്ര സന്ദേശം, ഇന്നലെ മിഞ്ഞാന്നൊക്കെ എന്തുമാത്രം സാക്ഷ്യങ്ങളായിരുന്നു എന്നറിയാം. സാക്ഷ്യങ്ങൾ കുറേ സാക്ഷ്യത. സംരക്ഷണം കഴിഞ്ഞ ധ്യാനത്തിൻ്റെ സംരക്ഷണം ഞാൻ പുറത്ത് പറയാം. ഒരു ചേച്ചി, ആ ചേച്ചി എന്താ ചെയ്തതെന്നറിയോ? ആ ചേച്ചിയുടെ 13 വയസ്സിൽ ആ ചേച്ചി പുല്ലരിയാൻ പോയി. 13 വയസ്സിൽ കേട്ടോ. ആ ചേച്ചി പുല്ലരിയാൻ പോയിട്ട് പുല്ലരിയുന്ന സമയത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണലിപ്പാമ്പിനെയും പിടിച്ചിട്ട് അരിഞ്ഞു. മനസ്സിലായോ? അണലിപ്പാമ്പിനെ പിടിച്ച് അരിഞ്ഞു. അണലിപ്പാമ്പ് 2 കഷ്ണമായി. മനസ്സിലായോ? പാമ്പ് ചേച്ചി അറിയുന്നില്ല, പുല്ല് മാറ്റി വയ്ക്കുന്നു, ചെയ്യുന്നു. പക്ഷെ പാമ്പ് കിടന്നതേ ഈ ചേച്ചിനെ കണ്ട് കൊത്താനിങ്ങനെ വരാണ്, കടിക്കാൻ വരാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ കൂടെ പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടി ഈ ചേച്ചി കാണുന്നില്ല ഈ പാമ്പ് അടുത്തേക്ക് വരുന്നത്. എൻ്റെ ഒരു ഭാഗം അരിഞ്ഞു കളഞ്ഞു, അതിൻ്റെ വാലോ മറ്റോ. ഈ ചേച്ചിയുടെ ഉടുപ്പ് സാരിയോ മറ്റോ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പട്ടി എന്തെങ്കിലും ഉടുപ്പ് വലിക്കണമെന്ന് നോക്കി തിരിഞ്ഞു നോക്കി, ഇപ്പോൾ പാമ്പത്തെ കൊത്താൻ വേണം. അപ്പോൾ ഓടി മാറി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ആ ചേച്ചിക്ക് ഇപ്പോൾ 63-70 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. 55-60 വയസ്സായിട്ടുണ്ട് ആ ചേച്ചി ഇവിടെ വന്നു. ആ ജോർജ് വാഴയുടെ അടുത്ത് കൗൺസിലിംഗ് ചെന്നപ്പോൾ ബ്രദറെ കൃത്യമെടുത്ത് ചോദിക്കുകയാണ്, ഇത്രാമത്തെ വയസ്സിൽ പുല്ലരിയുന്ന സമയത്ത് പാമ്പിനെ കൂട്ടി എരിഞ്ഞ് അത്ഭുതകരമായി പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവം ചോദിക്കുക. എന്താ അത്ഭുതപ്പെടാണ്.
ആ സഹോദരൻ പറഞ്ഞു, മാതാവാണ് രക്ഷിച്ചത്. മാതാവ് ഇവർക്കിങ്ങനെ ദർശനത്തിൽ കാണുമ്പം അത് ആരെ രക്ഷയെന്ന് കൂടി കാണും, മനസ്സിലായോ? അപ്പോൾ അപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു, ബ്രദറും ആ ചേച്ചിക്ക് വേണ്ടി ഒന്നും കൂടി ക്ലാരിറ്റിയിൽ ഈ ചേച്ചി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ആ ചേച്ചീനെ 13 വയസ്സിൽ മാതാവാണ് രക്ഷിച്ചത്. അതുപോലെ തന്നെ ആ ബ്രദർ ചോദിച്ചു, ആ ചേച്ചിയോട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ വെള്ളത്തിൽ പോയി മുങ്ങിപ്പോയി, ഇത്ര ദൂരം ഒഴുകിപ്പോയി നിങ്ങളെ ശരിക്കും മരിച്ചു എന്നാണ് കരുതിയത് എല്ലാവരും. ശരിക്കും മരിച്ചതാണ് താങ്കൾ. ഞാൻ അത്ഭുതകരമായി പിന്നെ ജീവൻ തിരിച്ചു വരല്ല ചെയ്ത്. സത്യമാണ് ഇതൊക്കെ ഈ ബ്രദർ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയെ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ സാക്ഷി എങ്ങനെയാണെന്നറിയോ? സാക്ഷി എങ്ങനെയാണ്, ഞാൻ കുഞ്ഞുനാളിൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി, ഞാൻ അങ്ങനെ മരിച്ചു. അപ്പം എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മരിച്ചു എന്നാ, ഞാൻ മരിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാനങ്ങനെ മരിച്ചു. വളരെ സിമ്പിളായിട്ടാണ് പറയണേ. ഞാൻ ഇങ്ങനെ ഒഴുകിപ്പോയി, അങ്ങനെ ഞാൻ വെള്ളത്തിൽ പോയി മരിച്ചു, അതിനുശേഷം ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു, ഇങ്ങനെ ഞാൻ. അപ്പോൾ എല്ലാവരും കരുതി ആ ചേച്ചിക്ക് പറയാനുള്ള പേടി കൊണ്ടും ആ സംസാരത്തിലെ പ്രത്യേകത കൊണ്ടും വാക്കിൽ തെറ്റുപറ്റിയതാണെന്ന് കരുതിയേ. പക്ഷേ ഈ ചേച്ചി ഇതിങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ കൗൺസിലിംഗ് കൊടുത്ത ജോർജ് വാഴ ബ്രദർ കയറി വന്നു. ബ്രദർ പറഞ്ഞു, ആ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് സാക്ഷ്യം പറയാൻ. അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. എന്നിട്ട് ആ ചേച്ചിക്ക് വേണ്ടി ബ്രദർ സാക്ഷ്യം പറയുകയാണ്. ഈ സഹോദരൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കർത്താവ് കാണിച്ചതാണ് എത്രയോ ദൂരം ഈ ചേച്ചി വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. കുഞ്ഞുനാളിൽ കേട്ടോ, മരിച്ചു. ആൾക്കാർ കണ്ടു, ഡെഡ് ബോഡി ഇതിൽ കൊണ്ടുവന്നു. അപ്പം വന്ന് ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ ബ്രദർ പറയുന്നതാണ്, ഞാൻ ദർശനത്തിൽ കണ്ടത് ഈ ഒഴുകിപ്പോയ വ്യക്തിനെ മാതാവ് ഇങ്ങനെ കൈകളിലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ദർശനമാണ് കണ്ടതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ജീവൻ വന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ ആര് പറഞ്ഞാൽ വിശ്വസിക്കും? എന്നിട്ട് ആ ബ്രദർ പറയാണ്, മാതാവാണ് തിരിച്ച് ജീവൻ കൊടുത്തത്. മനസ്സിലായോ? കാരണം ഈ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഈ വെള്ളത്തിൽ പോയ ആളെ മാതാവ് ഇങ്ങനെ കയ്യിൽ പൊക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു, താലത്തിൽ കൊണ്ടുവന്ന പോലെ. മനസ്സിലായോ? അതാ കൗൺസിലിംഗ് തന്നെ. ഇപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞതോ, മനസ്സിലായോ? ഇവിടെ വിളിച്ച് പറയാണ്, ഈ പാമ്പ് കടിയേറ്റ് ഉപ്പിറ്റീമ പാമ്പ് കടിച്ച് ഈ അത്ഭുതകരമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വിഷം കയറിയിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. മാതാവാണ് രക്ഷിച്ചത്. ഇവിടെ ആൾത്താരി കയറി സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ആ ചെക്കൻ കയറി ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു. തമിഴ്നാട് ഏതോ ഭാഗത്ത് നിന്ന് വന്നവനാ. അവൻ്റെ സാക്ഷ്യം എടുത്തിട്ടുണ്ട്. മറ്റേ ചേച്ചീനെയും സാക്ഷ്യം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ആ ചേച്ചിക്ക് സംസാരിക്കാൻ അറിയുന്നില്ല കൃത്യമായിട്ട്. അതാണ് ബുദ്ധിമുട്ട് നമുക്ക്, പേടി കൊണ്ടും എല്ലാം കൊണ്ടും. പക്ഷേ ഈ പയ്യനെ സാക്ഷ്യപ്പെടുത്തി നന്നായിട്ട്. അവൻ പറഞ്ഞു, ഇവിടെ നിന്ന് ജോർജ് വാഴ ബ്രദർ വിളിച്ച് പറഞ്ഞു, പാമ്പ് ഇങ്ങനെ കുറേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഓർമ്മ വരുന്നതും പെട്ടെന്ന് തന്നെ ബുദ്ധി ചെയ്തത് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. കുറേ പേര് സംരക്ഷണം കിട്ടി. എത്ര പേരാ? ആരുടെ? മാതാവിൻ്റെ. നമ്മളറിയുന്നില്ലേ മാതാവിൻ്റെ സംരക്ഷണം കിട്ടണേന്നേ. മാതാവിൻ്റെ സംരക്ഷണം കിട്ടി. സ്രാവിൻ്റെ ഉദാഹരണം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്രാവിൻ്റെ കാര്യം പറയാത്തത്. കഴിഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് അച്ഛനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്രാവ് വിഴുങ്ങാൻ വന്നത് ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ വീണിട്ട് ആ ചെക്കനെ സ്രാവ് വിഴുങ്ങാൻ പോയതാ. സമുദ്രതാരം. എൻ്റെ മറിയ മക്കളെ, പരിശുദ്ധ അമ്മേ, ഈ ഉത്തരീയ മാതാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സമുദ്രതാരം, സ്റ്റാർ ഓഫ് ദ സീ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉത്തരീയ മാതാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സമുദ്രതാരം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? സമുദ്രതാരമേ മേരി മാതേ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സ്റ്റാർ ഓഫ് ദ സീ എന്നാണ് കർമ്മല മാതാവിനെ വിളിക്കുക. നിങ്ങൾ ആ കർമ്മല മാതാവിൻ്റെ ഗ്രോട്ടോയുടെ ഫ്രണ്ടിൽ ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്, കർമ്മല മാതാവിനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ കേട്ടോ, ഒന്ന് വായിച്ചോളോ. അതിൽ എഴുതിയിട്ടുണ്ട് സമുദ്രതാരമേ. കണ്ടോ? വായിച്ചിട്ടുണ്ടോ? അതൊന്ന് വായിച്ചോ. കണ്ടോ? സമുദ്രതാരമേ. മനസ്സിലായോ? അപ്പോൾ ഈ സമുദ്രതാരമായ പരിശുദ്ധ അമ്മയാണ് രക്ഷപ്പെടുത്തിയത്. അതൊക്കെ വാഴയബ്രദർ ഇവിടുന്ന് വിളിച്ച് പറയാണ്. ഒരാൾ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോയി, വെള്ളത്തിൽ പോയി, സ്രാവ് വിഴുങ്ങാൻ വന്നു, അത്ഭുതകരമായി മാതാവ് രക്ഷപ്പെടുത്തി. മാതാവാണ് രക്ഷിച്ചത്. നന്ദി പറയാ. അപ്പം ഈ മാതാവിൻ്റെ സംരക്ഷണം, എന്തുമാത്രം സംരക്ഷണം. ഇവൻ പറയാ, പാമ്പ് കടിച്ച് ഉപ്പിറ്റിപ്പോൾ ശരിയും കടിച്ച് തൂങ്ങിക്കിടന്നു. അവനെന്നാ സംഗീതം വന്നിട്ട് കണ്ടു. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരും. ഇവൻ പറയാനോട്, ഞാൻ മരിച്ചില്ല അച്ഛാ, ഞാൻ മരിക്കുന്ന കരുതിയത്, കാരണം അതുപോലെ പാമ്പൻ്റെ ഉപ്പിരിമ കടിച്ചതാണ്. പക്ഷേ അവിടെ ചെന്ന് അവർ രക്തം എടുത്ത് അതെടുത്ത് നോക്കി, എന്ത് ഇതാ വിഷം കാണാനില്ല, വിഷം കയറിയില്ല. അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വിഷം അങ്ങോട്ട് കയറിയില്ല. അത് ബ്രദർ ഇവിടെ വിളിച്ച് പറയുകയാണ് ധ്യാനത്തിന്.
പാമ്പ് കടിച്ചിട്ട് മരിക്കാതെ രക്ഷപ്പെട്ട ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ശരിക്കും പാമ്പ് ഉപ്പിറ്റീമ കടിച്ചു എന്ന് കൃത്യം പറഞ്ഞു. അതാണ് ഇവിടെ കയറി. അതങ്ങനെ എത്ര സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നതെന്നറിയും. നന്ദി പറയും. സംരക്ഷണം കിട്ടിയതിനോ അത് നന്ദി പറയും. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അതല്ലേ മാതാവിൻ്റെ സംരക്ഷണം. മാതാവിൻ്റെ അതാണ് ഒത്തിരിയും ധരിക്കുന്നവർക്ക് മാതാവ് നൽകുന്ന സംരക്ഷണം. ഇതാണ് വചനം പറഞ്ഞ് കേൾപ്പിക്കുക ഞാൻ. 1251 മാതാവ് പ്രത്യക്ഷപ്പെട്ട് സൈമൺ സ്റ്റോക്കിന് ഈ ഉത്തിരിയം കൊടുത്തത്. ഈ ഉത്തിരിയം കൊടുത്തിട്ട് മാതാവ് എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഉത്തിരിയം ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് 2 സംരക്ഷണം ഞാൻ തരും, 2 അനുഗ്രഹം ഞാൻ തരും. അത് ആ വാഗ്ദാനം ഇതാണ്. ഒന്നിതാണ്, ഇത് ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകമാവിധം സംരക്ഷണം തരും. ഇതാണ്, ഇത് ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക്. ആ വാക്ക് ശ്രദ്ധിക്കുക. 2, ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാൾ ഒരിക്കലും നിത്യനരകത്തിൽ അകപ്പെടുകയില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിട്ട് പറയുക. ഇതിനെപ്പറ്റി 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്താ പറഞ്ഞതെന്ന് പറയാം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് കേട്ടോട്ടാ, സഭയുടെ ആധികാരിക പഠനം. വിശുദ്ധ പോൾ 6-ാമൻ മാർപ്പാപ്പ എഴുതിയത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരം വിശ്വാസികൾ ഉത്തിരീയം തുടർന്നും ധരിക്കണമെന്നാണ്. 2-ാം വത്തിക്കാൻ സൂനോദോസ് തിരുസഭ 67 ഉത്ബോധിപ്പിക്കുന്നത് കർമ്മല മാതൃവണക്കത്തെയും കർമ്മല ഉത്തിരിയത്തെയും സഭ ഇന്നും വളരെയധികം വിലമതിക്കുന്നു എന്നാണ്. അവരത് പറഞ്ഞേ ഹല്ലേലൂയ. സഭ വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യത്തെയാണ് ഇന്ന് പലരും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നത്. സഭ വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യത്തെ ഇന്ന് ഒരു വിലയില്ലാത്ത പോലെ കരുതുകയാണ്. ഇതെവിടുന്ന് വന്ന് ഇതാരെൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആരായിരിക്കും പ്രവർത്തിച്ചത്? പിശാച്. ഇവനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ. മനസ്സിലായോ? ഇപ്പം ഞാൻ നേരെ സിസ്റ്ററുടെ കാര്യം പറഞ്ഞത് വേറെ ഒന്നല്ല. ദൃഷ്ടിദോഷം എന്ന് പറയുന്ന പാപമുണ്ട്, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. മനസ്സിലായോ? നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ കാണാം, ആൺകുട്ടികളെ കാണാം. എന്നും രോഗം, പീരീഡ്സ് ആയിട്ട് ഭയങ്കര വയറുവേദന, പാണ്ഡുരോഗം, സ്കിന്നിൻ്റെ ഡിസീസ്, അത് എന്നും ഇടയ്ക്കിടയ്ക്ക് പനി. ഒന്ന് പുറത്ത് പോയി പബ്ലിക്കായിട്ടൊക്കെ വന്നു, സ്കൂളിൽ പോയി അല്ലെങ്കിൽ അങ്ങാടിയിലൊക്കെ പോയി, മാർക്കറ്റിലൊക്കെ പോയി, ബസ്സൊക്കെ കയറി പോയി വന്നു കഴിഞ്ഞാൽ ക്ഷീണം, തളർച്ച, വയ്യായ, ഒരു പനി പോലെ. എന്നാൽ പനി പോയി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ പനി ഇല്ല താനും. എന്നും ഒരു വന്ന പക്ഷേ ക്ഷീണം തന്നെ ക്ഷീണം, എന്താണെന്നറിയില്ല. നാളൊരു സിസ്റ്റർ വന്നു അമേരിക്കയിൽ നിന്ന്, നല്ല ഭംഗിയുള്ള സിസ്റ്റർ അവിടെ ധ്യാനിക്കാൻ വന്നു. അത് എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ വന്നു, സിസ്റ്റർക്ക് ഭയങ്കര ക്ഷീണമല്ലേ? ആ സിസ്റ്റർ ശരിയാണച്ചോ, ഭയങ്കര ക്ഷീണ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഡ്യൂട്ടിയോ അതിനുള്ള വർക്കൊന്നും ഇല്ല എനിക്ക് ഈ ഹോസ്പിറ്റലിൽ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നു ഭയങ്കര ഏതാണ്ട് ഒരു പാറമടയിൽ പണിയെടുത്ത് വന്ന പോലെയാണ്. ഞാൻ വന്നിങ്ങനെ കിടക്കും വയ്യാതെ. പിന്നെ പിറ്റേ ദിവസം കുർബാന കഴിയുമ്പോഴേക്കൊന്നും ഉഷാറാവുക. ഞാൻ വന്ന് എന്താണെന്ന് സിസ്റ്റർക്ക് മനസ്സിലാവുന്നുണ്ടോ? കൃത്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ദൃഷ്ടിദോഷം. ആരൊക്കെയോ സിസ്റ്ററിനെ മോശമായി നോക്കുകയാണ്. മനസ്സിലായോ? മോശമായ കണ്ണിലൂടെ നോക്കുകയാണ്. അത് ഈ സിസ്റ്റർക്ക് ശരിക്കും ഏശാണ്. കാരണം എന്താ? ഞാൻ ചോദിച്ചു, സിസ്റ്ററുടെ കഴുത്തിൽ ഒത്തിരി ഉണ്ടോ? ഇല്ല. ഇത് ഒരു അനുഭവം എന്നല്ലാട്ടെ, എത്ര കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്നല്ല ഇതൊക്കെ ഇങ്ങനെ വളർന്നു വന്നത്. ഇതൊക്കെ രഹസ്യങ്ങളാണ് സ്വർഗത്തിൻ്റെ. അപ്പോൾ കഴുത്തിലൊരു ഒത്തിരി ഇട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം, അതാ പറയുക, പിശാചിൻ്റെ പതിയിരിക്കുന്ന പലവിധ ആക്രമണങ്ങൾ, അപകടങ്ങൾ, ശത്രുക്കളുടെ ആക്രമണം, നിരന്തരമായ പിശാചിൻ്റെ പരീക്ഷണം. മനസ്സിലായോ? ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കരുതി ഈ പുസ്തകം വായിച്ചിട്ട് ആദ്യമായിട്ട് അച്ഛനെ കേൾക്കുന്നവരും കാണുന്നവരും കരുത് അച്ഛന് ഈ പുസ്തകം വായിച്ചിട്ട് ഉത്തിരിയത്തെ പറ്റി ഭയങ്കര ബോധ്യം കിട്ടിയ ആളാന്ന്. അല്ലാട്ടാ, കുഞ്ഞു നാൾ മുതൽ ഉത്തിരിയാൻ്റെ കഴുത്തിൽ എൻ്റെ അമ്മ ഇട്ട് തരും. എനിക്കൊരു വിശ്വാസമൊന്നുമില്ല, പക്ഷേ എപ്പോഴും കഴുത്തിൽ ഉത്തിരി ഉണ്ടാവും. കുളിക്കുന്ന സമയത്ത് ഊരി വയ്ക്കും. പിന്നെ എന്തൊക്കെയോ ദൈവത്തിൻ്റെ അനന്ത ഇടപെടലിൽ, ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചെന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ അനന്ത പദ്ധതിയിൽ ഞാൻ CMI സന്യാസ സമൂഹത്തിൽ ദേവമാത പ്രൊവിൻസിൽ തൃശ്ശൂരിൽ വന്ന് ചേരുകയാണ്. അവിടെ ചെന്ന് എപ്പോഴും കഴുത്തിൽ ഒത്തിരി ഉണ്ടാവും. കഴുത്തിൽ ഒരിക്കലും കൊന്തയിട്ടതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. അങ്ങനെ സെമിനാരിലായിരുന്നപ്പോഴാണ് ഞാൻ സംഭവം പറഞ്ഞല്ലോ, ഒരു വയസ്സായ വൈദികൻ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും കുളിക്കുമ്പോൾ പോലും ഒത്തിരി ഊരരുത്. അന്നും ഒത്തിരി വിശ്വാസമൊന്നുമില്ല. ഈ വയസ്സായവർ പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യമാണ്. ഭയങ്കര പ്രായം ചെന്നവരെ അവർ തമാശ പറയുമോ? ഇത്രയും 14 വയസ്സുള്ള ആൾ തമാശ വന്നിട്ട് പറയുമോ ഞങ്ങളോട് സ്പിരിച്വാലിറ്റി ക്ലാസ്സിൻ്റെ സമയത്ത്? അതാണ് പറഞ്ഞത്, ഒരു കോമൺ ഹ്യൂമൻ കൺസെൻറ്റ് ഈ ലോകത്ത് ഭൂരിഭാഗം പേര് ചെയ്തിരുന്ന കാര്യമാണ് പൂർവികർ. എന്ത്? കഴുത്തിൽ ഒത്തിരി ഇടുക എന്നുള്ളത്. അതവർ തമാശയ്ക്ക് ഇടത്, വെറുതെ തമാശ കളി കാണുന്നത്, വെറുതെ ആഭരണമായിട്ട് അങ്ങനെ ഇട്ട് നടന്ന ആൾക്കാരാണത്.
അപ്പോൾ ഈ പൂർവീകർ പറയുന്നത് നിസ്സാര കാര്യമല്ല, അവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടേ, കേൾക്കേണ്ടേ. അപ്പോൾ ആ ഒരു ഭക്തിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേന്ന്. നിങ്ങളെല്ലാവരും ഉത്തിരിയ പ്രചാരകരായി തീരണം കേട്ടോ. ഉത്തിരിയത്തെ പറ്റി പറയണം കേട്ടോ. നിങ്ങൾ പ്രേക്ഷിതരായി തീരണം. എല്ലാ പ്രാവശ്യം അച്ഛൻ തന്നെ പറയട്ടെ എന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ പ്രേക്ഷിതരായി തീരണം. ഇനി നിങ്ങളാ പറയേണ്ടത്. അതുകൊണ്ട് അച്ഛൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പോയി പറയുക എല്ലാവരോടും. നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം പറയുക. യേശു പറഞ്ഞൊരു കാര്യമാണിത്. യേശു തൻ്റെ ഭക്തരിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണിത്. ആരത് അടുത്ത ആൾ പറഞ്ഞതാണെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരാളും കൂടി ഉണ്ടല്ലോ. വിശുദ്ധ ജോൺ വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ കാര്യം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ് വായിക്കാം. കുരിശിൻ്റെ വിശുദ്ധ ജോൺ മരണാസന്നനായ അവസരത്തിൽ പറയുമായിരുന്നു, എനിക്കൊരു ശനിയാഴ്ച മരിക്കണം, കാരണം അന്ന് തന്നെ മാതാവ് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. വലതു പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയായിരുന്നു, എനിക്കൊരു മരിക്കുകയാണെങ്കിൽ എനിക്ക് ശനിയാഴ്ച മരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്താ ശനിയാഴ്ചയുടെ പ്രത്യേകത? ശനിയാഴ്ചയുടെ പ്രത്യേകത ശനിയാഴ്ച ഭക്തി. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ശനിയാഴ്ച ആനുകൂല്യം, മരണാനന്തര ആദ്യ ശനിയാഴ്ച ആനുകൂല്യം. ശ്രദ്ധിച്ചു കേട്ടോട്ടോ. 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഒരു പ്രത്യേക ആനുകൂല്യം കൂടെ ഉത്തിരീയം ധരിച്ചവർക്ക് അരുൾ ചെയ്തു. എന്താ? ഉത്തിരീയം ധരിച്ച് മരിക്കുന്ന വ്യക്തികൾ ഇഹലോക ജീവിതാനന്തരം, ആരെങ്കിലും ഇഹലോക ജീവിതാനന്തരം കാലത്തിനടുത്ത ശിക്ഷയ്ക്ക് വിധേയരായി ശുദ്ധീകരണ സ്ഥലത്ത് അകപ്പെട്ടാൽ അവരുടെ മരണശേഷം കഴിഞ്ഞു വരുന്ന ആദ്യ ശനിയാഴ്ച അവരുടെ മാതാവായി ഞാൻ എൻ്റെ പ്രിയ പുത്രനിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങുകയും അവിടെ കാണപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. 3/3/1322 ജോൺ 22 മാർപ്പാപ്പയാണ് ഒരു തിരുവെഴുത്തിലൂടെ ഈ ഒരു കാര്യം, മരണാനന്തര ആദ്യ ശനിയാഴ്ച ആനുകൂല്യം ലോകത്തെ അറിയിച്ചത്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഉത്തിരീയം ധരിച്ചുകൊണ്ട് ഇത് ഭക്തിപൂർവ്വം ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഇപ്പോൾ വ്യാഴാഴ്ച ദിവസം മരിക്കാമെന്ന് കരുതുക, എന്നിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതുക. മാതാവ് ഏത് ദിവസം വരാ? ശനിയാഴ്ച ദിവസം. ഇയാൾ മരിച്ചിട്ടുള്ള ആദ്യത്തെ ശനിയാഴ്ച, അല്ലാണ്ട് എല്ലാ ശനിയാഴ്ച അല്ല കേട്ടാ, ഇയാൾ മരിച്ചിട്ടുള്ള ആദ്യ ശനിയാഴ്ച. അങ്ങനെ അതിന് ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തിലെ ആദ്യ ശനിയാഴ്ച എന്നല്ല, ഒരാളുടെ മരണശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച. ഇപ്പം ഞാൻ വ്യാഴാഴ്ച മരിക്കുകയാണെങ്കിൽ വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച മാതാവ് വരും ശുദ്ധീകരണ സ്ഥലത്തേക്ക്. എന്തിന്? ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ് പോകണമെങ്കിൽ എന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട്. ഉണ്ടോ? ഇത് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ മാർപ്പാപ്പ ഒരു തിരുവെഴുത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ശനിയാഴ്ച ആനുകൂല്യം. ഇത് നിസ്സാര കാര്യമില്ലാന്ന്. ഇത് ജോൺ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന്ന് കേട്ടിട്ടുണ്ടോ? വേദപാരകനാണ് കേട്ടോ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടോ, വിശുദ്ധരുടെ വിശ്വാസം, എനിക്കൊരു ശനിയാഴ്ച മരിക്കണം എന്നാണ് അദ്ദേഹം പറയായിരുന്നു. കാരണം നേരിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും. കാരണം അന്ന് മാതാവ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. കണ്ടോ, ഞാൻ കഴിഞ്ഞ ഇതിൽ പ്രസംഗിച്ചിരുന്നു മാതാവിനെ പറ്റി 2 ആഴ്ച മുമ്പ്. അന്ന് മാതാവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ ആർക്കാ സാധിക്കുക? വിശുദ്ധ അന്തോണീസിന് പറ്റുമോ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി പോകാൻ? ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം മാതാവ് പറയുന്നത് നോക്കിയേ. അവരുടെ മാതാവായ ഞാൻ എൻ്റെ പ്രിയ പുത്രനിൽ നിന്നും എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച്, പ്രത്യേക അനുഗ്രഹം, മാതാവിന് കിട്ടിയിട്ടുള്ള പ്രത്യേക അനുഗ്രഹം എന്താ? ദൈവമാതാവിനൊരു പ്രത്യേക അനുഗ്രഹം കൊടുത്തിരിക്കുക. എന്താ അനുഗ്രഹം കൊടുത്തിരിക്കണേ? ശുദ്ധീകരണ സ്ഥലത്തെ ഇറങ്ങിച്ചെല്ലാനുള്ള അനുഗ്രഹം. അവിടെ കാണപ്പെടുന്ന മാതാവിൻ്റെ മക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം. ഇതൊക്കെ ആരോടാ പറയുക? ആരിതൊക്കെ ശ്രദ്ധിക്കണേ? ആരിതൊക്കെ വിശ്വസിക്കണേ? മനസ്സിലായോ? പിന്നെ ഇങ്ങനെ പിശാചിന് പിടിച്ച് അച്ഛന്ന് കാണാൻ പറ്റുവച്ച തകർച്ച അണച്ച, രോഗം അണച്ച, കഷ്ടത അണച്ച, ദുരിതം അണച്ച, മരണം അണച്ച, സഹനം അണച്ച, രക്തച്ചൊരിച്ചിലണച്ച, അതച്ച ഇതച്ച, രക്ഷപ്പെടാൻ 100,000 മാർഗങ്ങൾ മാതാവും വിശുദ്ധരും കത്തോലിക്ക സഭയും വചനവും യേശുവും നേരിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയില്ലേ? വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മാത്രം സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു 19 പ്രദേശത്തിൽ ഞാൻ മാത്രമായിരിക്കും അത് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് മുതൽ കുളിക്കുമ്പോൾ പോലെ ദൂരില്ല. എന്നുണ്ടാവും? കുളിക്കുന്ന സമയത്ത് തഴിഞ്ഞു പോവും, വെള്ളം വന്ന്
അല്ലെങ്കിൽ എണ്ണ പറ്റുമ്പോൾ അല്ലെങ്കിൽ സോപ്പാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തും വീണ്ടും കൂട്ടിക്കെട്ടിയിടും. ചില സമയത്തൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് തന്നെ പോവും. എത്ര പ്രാവശ്യം എനിക്ക് ഓർമ്മ വരുന്നതെന്നറിയോ ഞാൻ കൂട്ടിക്കെട്ടിയ കാര്യങ്ങൾ. അങ്ങനെ കൂട്ടിക്കെട്ടി അഴിഞ്ഞു മുമ്പൊക്കെ ചെയ്ത് പിന്നെ ഇത് എത്ര നാളായിന്നറിയോ. ഇതിപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സംഭവം കഴുത്തിലുണ്ടെന്ന് പോലും അറിയും. ചിലർക്ക് തീരുമ്പോൾ കുത്തിക്കൊള്ള ചൊറിച്ചില് മാന്തല് ഇങ്ങനെ, മനസ്സിലായോ? ഇതൊരു കൃപയായിട്ട് കിട്ടണത്, മനസ്സിലായോ? ഇത് അഴിഞ്ഞു പോയാലും കൂട്ടിക്കെട്ടണം, മനസ്സിലായോ? ഇത് കൃപയായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് കഴുത്തിലുണ്ടെന്ന് പോലും അറിയില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സിലായോ? അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി. അപ്പോഴും വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. വിശ്വാസം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോൾ പട്ടം കിട്ടി 2ാമത്തെ വർഷം. ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു സിസ്റ്റർ, അവരുടെ സഭയുടെ തന്നെ വലിയൊരു സഭയാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട് വെഞ്ചിരിക്കാൻ. ആ വീട്ടിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 5 വർഷമായി കുട്ടികളില്ല. 3 പ്രാവശ്യം മിസ്കാരേജായി. കുട്ടികളുണ്ടാവും, കുട്ടികൾ പോവും, ഇതന്നെ അവസ്ഥ. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റായി. അപ്പോൾ ഒരു ഭയങ്കര ആഗ്രഹമാണ് കുട്ടികളുണ്ടാവണമെന്ന്. അപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഈ സിസ്റ്റർ പറയുക, അച്ഛൻ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, ബെഡ് റെസ്റ്റാണ്, എപ്പോൾ വേണമെങ്കിലും ആ കൊച്ചു പോകാനാ സാധ്യത, അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ ഞാൻ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ വെഞ്ചിരിപ്പിന് പോകുന്നതിന് മുമ്പ് എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അവരുടെ വീടിൻ്റെ പാതിമ്പുറത്ത് എന്ന് വെച്ചാൽ അടുപ്പ് കൂടുന്ന സ്ഥലം കേട്ടോ, ഈ അടുപ്പിൻ്റെ അവിടെ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ആ കൊച്ചിന് പ്രഗ്നൻ്റായിട്ട് ഗർഭലസി പോണേ. വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ്. സംഭവം സത്യമായിരുന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് കിട്ടിയപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ ഇനിയിപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആ വീട് വെഞ്ചിരിക്കണം, പ്രാർത്ഥിക്കണം, ഓക്കെ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഗ്രഹിക്കുന്നുണ്ടോ? ആ വീട്ടുകാരെ കുമ്പസാരിപ്പിക്കണം, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവരോട് എന്തെങ്കിലും ചെയ്യാനോ പറയേണ്ടതോ വലുതുണ്ടോ എന്ന് അറിയാൻ ഈശോയുടെ മുമ്പിലിരിക്കുക. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ റൂമിൽ ലൈറ്റ് കെടുത്തി ഇങ്ങനെ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നതായി. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ശാന്തമായൊരു സ്വരം, ഒരു ദൈവസ്വര സന്ദേശം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ്. ഉത്തിരീയം ധരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മൃദുലമായ, അതിനെയാണ് അച്ഛൻ ഇടയ്ക്ക് പറയുക, ദൈവസ്വര സന്ദേശങ്ങൾ, വെളിപ്പെടുത്തലുകളാണ്. അത് കിട്ടിയപ്പോൾ തന്നെ എനിക്കായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ ദൈവം എനിക്ക് തന്നത്. ഇത് ഈ കത്തോലിക്ക സഭയ്ക്ക് വീണ്ടും ഈ എന്താ പറയുക മുഴുവനും, ഈ ലോകം മുഴുവനും തന്നെ ഇത് വീണ്ടും ഒരു ഉണർവിന് കാരണമായി തീരുമെന്ന് എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു. കാരണം അത്രയും വലിയ സ്വർഗത്തിൻ്റെ രഹസ്യമാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് എനിക്കറിയാം. കാരണം ആ വീട്ടിൽ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എൻ്റെ ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ ഈശോ തന്നതാണ്. ആ മകൾക്കും കുടുംബത്തിനും ഇനി സംരക്ഷണം വേണമെങ്കിൽ ബന്ധന പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ പോരാ, അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ. അവരോടൊക്കെ പറയും, മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായ ഇനി ആ അസ്മേസ് ദേവൂസ് എന്ന് വെച്ചാൽ ദുഷ്ട പിശാച് ആക്രമിക്കാതിരിക്കാൻ കഴുത്തിലൊരു വെന്തിങ്ങ ധരിക്കാൻ പറയുക. കണ്ടോ, ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആവും, കൊച്ചു അബോർഷനായി പോകും. 2ാമത്തെ പ്രാവശ്യം അബോർഷനായി, 3ാമത്തെ പ്രാവശ്യം അബോർഷനായി, 4ാമത്തെ പ്രാവശ്യം അബോർഷനായി. കണ്ടില്ലേ? ഒരു വിവാഹം കഴിച്ചു, ആ ഭർത്താവ് അന്ന് രാത്രി മരിച്ചു. 2ാമത്തെ വിവാഹം കഴിച്ചു, ആ ഭർത്താവ് അന്ന് രാത്രി മരിച്ചു. 3ാമത്തെ വിവാഹം കഴിച്ചു, ആ ഭർത്താവ് അന്ന് രാത്രി. 4ാമത്തെ വിവാഹം കഴിച്ചു, ആ ഭർത്താവ്. കണ്ടോ, മനസ്സിലായോ? ഒരു പരീക്ഷ എഴുതി അത് തോറ്റ്, 2ാമത്തെ പരീക്ഷ എഴുതി അത് തോറ്റ്, 3ാമത്തെ പരീക്ഷ എഴുതി അത് തോറ്റ്, 4ാമത്തെ പരീക്ഷ എഴുതി അത് തോറ്റ്. എന്നാൽ പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങി അത് പരാജയം, 2ാമത്തെ ബിസിനസ് തുടങ്ങി അത് പരാജയം, 3ാമത്തെ ബിസിനസ് തുടങ്ങി അത് പരാജയം, 3ാമത് അത് പരാജയം. കണ്ടോ, പരാജയം. ഈ പരാജയത്തിൻ്റെ കാര്യം അച്ഛൻ വന്നേ. ഈ അസ്മേസ് ദേവൂസ് എന്നു പേരുള്ള ദുഷ്ട പിശാചാണ് തുടർച്ചയായ പരാജയങ്ങളുടെ പിന്നിൽ, തകർച്ചയുടെ പിന്നിൽ പ്രവർത്തിക്കുക. മനസ്സിലായോ? പലത് പറഞ്ഞേ ഹല്ലേലൂയ. ആ വീട്ടിൽ ചെന്നിട്ട് ബന്ധിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരും കുമ്പസാരിപ്പിച്ചു. ഈ കാര്യം ചോദിച്ചു, സത്യമായിരുന്നു. ഇവരുടെ പഴയ അടുക്കളയിൽ 2 അടുക്കളയുണ്ട് അവർക്ക്. ഒരു പുതിയ അടുക്കള പണിത് ഒരു പഴയ അടുക്കളയിൽ ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ ചിലർ അവരുടെ അഭിവൃദ്ധി വരാൻ വേണ്ടി ചെയ്തിടും. വീടിൻ്റെ 4 അതിരുകൾ 12 സ്ഥലത്തൊക്കെ കുഴിച്ചിടും. ഇവർ ചെയ്തിരിക്കുന്ന അടുക്കളയിലാണ് ചെയ്തു വെച്ചിരിക്കണേ. നന്നായി അനുദപിക്കാൻ പറഞ്ഞു. കുമ്പസാരിപ്പിച്ചതിന് ശേഷം ആ വീടൊക്കെ വെഞ്ചരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വെന്തിങ് ആശീർവദിച്ച് കൊടുക്കുകയാണ് ഈ ആൾക്കാരുടെ കയ്യിൽ, കുടുംബക്കാരുടെ കയ്യിൽ. കുളിക്കുമ്പോൾ പോലും ഒരാൾ ദൂരെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ പ്രിയ മക്കളെ, ആ പെങ്കൊച്ച് പ്രസവിച്ചു,
ഒരു പെൺകുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എത്ര സന്ദേശം അന്ന് മുതൽ അച്ഛതിൽ വിശ്വാസം അങ്ങോട്ട്. അന്ന് ഈ പുസ്തകമൊന്നുമില്ല എൻ്റെ കയ്യിൽ. പുസ്തകം ഇല്ലാതെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ മക്കളെ ഉത്തിരിയം ധരിക്കണം. കാണുന്നിടത്തൊക്കെ ഞാൻ ഉത്തിരിയം കൊടുക്കും. സിസ്റ്റേഴ്സിന് അവിടെ ഇവിടെ എല്ലാവർക്കും ഉത്തിരിയം കൊടുക്കും. പക്ഷെ ഉറ്റിയൊന്നും വിശ്വാസമൊന്നും ഉണ്ടാവില്ല കൊറോണത്തിന്. എങ്കിലും ഞാൻ പറയും ഉത്തിരിയാട്ടാ ധരിക്കേണ്ടത്, കൊന്തയല്ലാട്ടാ. പക്ഷെ പലരും എതിർപ്പുമായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. കൊന്ത ധരിക്കുന്നവരൊക്കെ വലിയ ആക്രമണത്തിന് തന്നെ എടുത്ത് വരാൻ തുടങ്ങി. ജീസ് യൂത്തുകാർ, ഇവർ ചില വൈദികർ തെറ്റായ പ്രബോധനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ എനിക്ക് ആധികാരികമായൊരു പുസ്തകം കിട്ടണം. ഇത് നീ തെളിയിക്കണം സഭയുടെ പഠനമാണെന്ന്. എനിക്ക് എന്തെങ്കിലും അപ്പോഴാണ് അത്ഭുതകരമായി ഡോക്ടർ KJ മാത്യു എഴുതിയ പുസ്തകം കിട്ടി. ഇപ്പോൾ ഈ പുസ്തകം ഇറക്കുന്നത് നമ്മുടെ ധ്യാന കേന്ദ്രമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുക, കാറ്റഗറിസത്തിലൊക്കെ പഠിപ്പിക്കുക. കാറ്റഗറിസം മാത്രമല്ല, പോകുന്നിടത്തൊക്കെ പറയുക. ഒരു പ്രേക്ഷിത എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാന സെൻ്ററിന് ഒത്തിരി ശത്രുക്കളുണ്ട്. അച്ഛനും ഒത്തിരി ശത്രുക്കളുണ്ട്. എന്താണ് ഈ ശത്രു വരാൻ കാരണം? പിന്നെ പിശാചാണ് കേട്ടോ ശത്രു. ശത്രു എന്ന് പറഞ്ഞാൽ വ്യക്തികളല്ല, പിശാച്. ഇനി വ്യക്തികളുണ്ടെങ്കിൽ തന്നെ അവരിൽ പ്രവർത്തിക്കുന്ന പിശാച്, അല്ലാണ്ട് വ്യക്തികളല്ല പ്രശ്നം. എന്തുകൊണ്ടാണ് പിശാചിന് എന്നോട് ഈ സെൻറ്ററിനോട് ഇത്ര ദേഷ്യം? അതിന് കാരണം 2 കാരണങ്ങളാണുള്ളത്. അത് ഈ അടുത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി എന്നോട് പറയുക, അച്ഛനോടും അച്ഛൻ്റെ സെൻറ്ററിനോടും പിശാചിന് ഭയങ്കര ദേഷ്യമാണ്, നിസ്സാര ദേഷ്യമല്ല. അത്രയും പിശാച് അച്ഛനെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും നശിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന് 2 കാരണമാണ് അച്ഛനുള്ളത്, അച്ഛന് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒന്ന്, അച്ഛൻ വെന്തിങ്ങിയ ഉത്തിരിയത്തെ പറ്റി പ്രസംഗിക്കുന്നു. 2, അച്ഛൻ ഭൂതോച്ചാടന വസ്തുക്കളെ പറ്റി പ്രസംഗിക്കുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് 2ഉം പിശാചിന് ഇഷ്ടമില്ല. കാരണം ഇതൊരു സ്ഥലത്തും പറയുന്നില്ല. ഒന്ന്, അച്ഛൻ ഈ വെന്തിങ്ങയെ പറ്റി പ്രസംഗിക്കുക. വെന്തിങ്ങ കഴുത്തിലിട്ടാൽ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 2, അച്ഛൻ ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ആരും പറയാത്ത ഈ കാര്യം, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി. ഇപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞില്ലേ, ചില പെൺകുട്ടികൾ ഈ കൂട്ടത്തിൽ സ്പെഷ്യലായിട്ട് ഈശോ പറയാം, ചില പെൺകുട്ടികൾ വളരെ തിന്മയിലായിരിക്കുന്ന മക്കളുണ്ട്. ചില ദുശീലങ്ങൾ, മദ്യപാനായിരിക്കാം, ചിലപ്പോൾ തെറ്റായ ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ വേറെ പഠിക്കാനുള്ള തടസ്സങ്ങളായിരിക്കാം, പല ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം. പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ചോ? മദ്യപാനികളായ മക്കൾ, നിങ്ങൾ ആ വെഞ്ചരിച്ച തേൻ കൊണ്ടുപോയി കഴിക്കുക, എന്നിട്ട് പഠിക്കുക, എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. നിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോ. ഭൂതോച്ചാടന വസ്തു ഉപയോഗിക്കാൻ. ഇത് കേൾക്കുമ്പോഴൊക്കെ പിശാചിനങ്ങോട്ട് ഇറിറ്റേഷൻ വരാണ്. അച്ഛൻ ഇതൊക്കെ ഓരോന്ന് പറയുമ്പോഴേ അവൻ്റെ ഓരോ രഹസ്യ കാര്യങ്ങളല്ല, അവനെ പുറത്താക്കാനുള്ള ഓരോ കാര്യങ്ങളല്ല അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അതാൾക്ക് ഉൾക്കൊള്ളുമോ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഉത്തിരിയ ഭക്തിക്ക് സഭയുടെ അംഗീകാരം. ഇനി മാർപ്പാപ്പന്മാരെന്താ പറഞ്ഞേ? മാർപ്പാപ്പന്മാർ പറഞ്ഞവരൊക്കെ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മാർപ്പാപ്പന്മാർ പറഞ്ഞതും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ അനുഭവങ്ങളാണ്, മനസ്സിലായി? കുറേ അനുഭവങ്ങൾ. ഒരു അനുഭവം അച്ഛൻ പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ ഒരു അനുഭവം മനസ്സിൽ വരുന്നത് ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്, നിങ്ങളിവിടെ സ്ഥിരം വരുന്നവർക്ക് അത് കേട്ടിട്ടുണ്ടായിരിക്കും, 2-3 മാസം മുമ്പ് ഉണ്ടായ ഒരു സാക്ഷ്യം. ആ സാക്ഷ്യം ഇങ്ങനെയാണ്. ആ സഹോദരി പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ തിരൂര് ഭാഗത്തുനിന്ന് വരുന്നത്, തിരൂര് ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, തോമസ് എന്ന മകൻ്റെ ഇയർ ബാലൻസ് കർത്താവ് സുഖപ്പെടുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ് എന്നാണ്. തോമസ് എൻ്റെ ഭർത്താവിന് വർഷങ്ങളായി ഇയർ ബാലൻസ് ആയിരുന്നു, 12 വർഷമായിട്ട്. അത് ആ ഒരൊറ്റ വിളിച്ച് പറഞ്ഞോട് മാറിക്കിട്ടി. ഇപ്പോൾ 3-4 മാസമായി കൺവെൻഷൻ കഴിഞ്ഞിട്ട്, പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് മറ്റൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. എൻ്റെ ഭർത്താവ് ഞാൻ വിവാഹം കഴിച്ച അന്ന് മുതലുള്ളൊരു പീഡയാണ്. ഭർത്താവ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓളിയിട്ട് കരയും. അയ്യോ എന്നെ പാമ്പ് കുത്താൻ വരണേ, ആന കുത്താൻ വരണേ എന്ന് പറഞ്ഞിട്ട് കരയും, മനസ്സിലായോ? അങ്ങനെ വന്ന് വാവിട്ട് കരയും. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഈ ഒരു പീഡയാണ്. എത്ര നാളായി ഇത് മാറുന്നില്ല. അച്ഛൻ ഈ ഉത്തിരിയത്തെ പറ്റി പറഞ്ഞത് കേട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൽ ഒരു ഉത്തിരിയും കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഭർത്താവ് ചോദിച്ചു, എന്തുട്ടുണ്ട് ഇത് ഈ ചരട്? അപ്പോൾ ഇത് കിടക്കട്ടെ അവിടെ എന്ന് പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അതവിടെ എന്തെങ്കിലും ആവട്ടെ, അവിടെ കിടന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ ഈ ഭൂതോച്ചാരണ വസ്തു, കുറച്ച് വെഞ്ചരിച്ച കല്ലുപ്പ്, കുറച്ച് വെഞ്ചരിച്ച എണ്ണ, കുറച്ച് വെഞ്ചരിച്ച തേൻ, ഇതൊരു ചെപ്പിലാക്കി ഭർത്താവ് കിടക്കണേൻ്റെ മറ്റേ തലേനയുടെ ഇടയിൽ, പില്ലോയുടെ ഇടയിൽ വെച്ചു. അന്ന് മുതൽ ഇന്ന് മാസം അതും 4 മാസമായി, ഇതുവരെ ആ ഒരു പീഡ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ആര് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത കത്തോലിക്ക ലോകം ഞാൻ പറയുന്നതിനെയൊക്കെ പുച്ഛിച്ചേക്കാം, മനസ്സിലായോ? ഇതുപോലെയാണ് ഉത്തിരിയത്തിൻ്റെ സംരക്ഷണം. എത്ര പേരവിടെ സാക്ഷ്യം പറയാമെന്നറിയും. ഒരു ചേച്ചി പറഞ്ഞതിൽ, ഒല്ലൂരിൽ നിന്ന്, എൻ്റെ പേര് ബീന, ഒല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞ് 29 വർഷമായി.
വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് വാഹനത്തിൽ കാറിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സിസ്റ്റേഴ്സിൻ്റെ വാഹനമായിട്ട് കൂട്ടിയിടിച്ചു. 29 സ്റ്റിച്ച് ഇട്ടു. മനസ്സിലായോ? ഞാനിവിടെ താമസമുള്ള ധ്യാനത്തിന് വന്നു. ഈ അടുത്ത് ഞാൻ ഇവിടെ താമസമുള്ള ധ്യാനത്തിന് വന്ന് ഒരു ബ്രദറുടെ അടുത്ത് കൗൺസിലിംഗ് ചെന്നിരുന്നു. കൗൺസിലിംഗ് ചെന്നിരുന്നപ്പോൾ തന്നെ ചോദിച്ചു, ഭർത്താവിന് വലിയൊരു ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ് സംഭവിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, ഉവ്വ്. കാർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് 24 അല്ല കേട്ടോ, 24 സ്റ്റിച്ച്, 24-29 ഈ 24 സ്റ്റിച്ച് ഇട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി അത്ഭുതപ്പെട്ടു പോയി. കൃത്യം ആ സ്റ്റിച്ച് ഇട്ടത് പോലും പറയാണ്. 24 സ്റ്റിച്ച്, 29-24 സ്റ്റിച്ച് 24 സ്റ്റിച്ചാണ്. 24 സ്റ്റിച്ച് ഇട്ടുണ്ടായില്ലേ എന്ന് പറഞ്ഞു. അന്ന് മരിക്കേണ്ടതായിരുന്നു. മാതാവാണ് അത്ഭുതകരമായ സമയം. അപ്പോൾ ബസ്സിൽ പോയവരൊക്കെ പറഞ്ഞു ആ കാറിലുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടാവും, കാണുന്നവരെല്ലാവരും പറഞ്ഞു ആ കാറിലുള്ളവർ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ 24 മുറിവ് അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടുന്ന രീതിയിൽ മുറിവ് തലയിലുണ്ടായിട്ട് മുഖത്ത് മുഴുവൻ ചോരൊലിച്ച് ഇദ്ദേഹം കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ആ സിസ്റ്റേഴ്സ് ആണ് അപകടത്തിൽപ്പെട്ടതിൽ, ആ വണ്ടി ഇടിച്ചവരായിട്ട് സംസാരിച്ചു. അതിൽ 3-4 സിസ്റ്റേഴ്സ് ഉണ്ടായി. അവരുടെ പലരുടെയും കാലൊടിഞ്ഞു, കാലിൻ്റെ ചിന്നൽ വന്നു. അവർക്ക് കുറേ പരിക്കുകൾ പറ്റി. കാരണം ഈ സിസ്റ്റേഴ്സ് ആരും ഒത്തിരിയിട്ടുണ്ടായില്ല. മനസ്സിലായോ? അവർക്കാണ് കാര്യമായിട്ട് പ്രശ്നം പറ്റിയത്. മനസ്സിലായോ? ഈ ചേട്ടൻ തന്നെയാണ് സിസ്റ്റേഴ്സിനെയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും പരിപാടിയൊക്കെ ചെയ്തത്. ഈ മുറിവേറ്റ ആൾക്കാരെ ഇയാൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഭർത്താവ് എപ്പോഴും ഒത്തിരി ഇടുന്നു. അപ്പോൾ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, വിവാഹം കഴിഞ്ഞ സമയത്ത് ഈ എന്തിന് ഇതിങ്ങനെ ഇടണേ, ഈ ചരട് എന്തിനാ ഇടണേ, കൊന്തിട്ടാൽ മതി, എന്തിന് ഈ ചരട് ഇടണേ എപ്പോഴും പറയുന്നു. പക്ഷേ ഭർത്താവിന് ഇവിടുന്ന് കിട്ടിയ ഒരു പാരമ്പര്യ വിശ്വാസം, അത് ഭയങ്കര വിശ്വാസം, എപ്പോഴും ഇടുന്നത്. അതുപോലെ ഭാര്യ പറയാം, ഞാൻ അങ്ങനെ പരിഹസിക്കാതെ എന്തിനിങ്ങനെ ഇടണേ, എന്തിനിങ്ങനെ ഇടണേ, പക്ഷേ അതിടും. അത് വർഷങ്ങൾക്ക് 29 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ഒരു ബ്രദർ കൗൺസിലിംഗ് പോയപ്പോൾ എടുത്ത് ചോക്കിയ എന്നിട്ട് പറഞ്ഞു, മാതാവ് ആ കണ്ട ദർശന ബ്രദർ പറയുക അങ്ങനെ സംരക്ഷിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയവും ഭൗതികമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് മാതാവ് വഴി, ഈ ഉത്തിരിയം വഴി മാതാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കണം നമ്മൾ തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ വളരെ പ്രധാനമായിട്ട് പറയുക, ഒരു പ്രാർത്ഥന എന്നതിലുപരിയായിട്ട് ഇത് ധരിക്കുക. ഇത് മാതാവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ പറയാന്ന് വെച്ചാൽ ഈശോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സ്വർഗം പറയുന്നൊരു കാര്യമാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യല്ല വേണ്ടത്. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. കണ്ടോ? അത് അവസാനമായി ഒരു സെൻറ്റൻസ് വായിച്ചാൽ അവസാനിപ്പിക്കുക, നേരം വൈകി. കർമ്മല ഉത്തിരിയത്തെ പറ്റി നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. കർമ്മല ഉത്തിരിയം എപ്പോഴും ഭക്തിപൂർവ്വം ധരിച്ചാൽ നല്ല മരണം ലഭിക്കും, ദുർമരണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നാണ്. നല്ല മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവ് മരണസമയത്ത് വരപ്രസാദാവസ്ഥയിലാണ് എന്നാണ്. ദുർമരണം കൊണ്ട് അർത്ഥമാക്കുന്നത് മരണസമയത്ത് അയാളുടെ ആത്മാവ് വരപ്രസാദാവസ്ഥയിൽ അല്ല എന്നാണ്. നമ്മുടെ പ്രശസ്തമായൊരു പ്രാർത്ഥന, യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിൽ തന്നെ കാത്തുകൊള്ളണമേ എന്നാണല്ലോ. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ ഒരു പുസ്തകം, ഒരു കുഞ്ഞു പുസ്തകം ഈ അടുത്ത് കിട്ടിയിരുന്നു. ആ കുഞ്ഞു പുസ്തകത്തിലും ഉത്തിരിയത്തിന് തന്നെ അതിൽ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉത്തിരിയം ധരിക്കുകയോ, നല്ല മരണം നേടൂ, ദുർമരണം ഒഴിവാക്കൂ. കണ്ടോ? ഒന്ന് പറഞ്ഞേ, ഉത്തിരിയം ധരിക്കുകയോ എന്ന് പറഞ്ഞേ, ഉത്തിരിയം ധരിക്കുകയോ, നല്ല മരണം നേടൂ, ദുർമരണം ഒഴിവാക്കൂ. കണ്ടോ? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ, ഹെൽമെറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കൂ എന്നൊക്കെ കൊണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ സെൻറ്റൻസുകളൊക്കെ ഈ സെൻറ്ററിൻ്റെ പല ഭാഗത്ത് എഴുതി വയ്ക്കണം എന്ന് അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. മനസ്സിലായോ? ഉത്തിരിയം ധരിക്കൂ, നല്ല മരണം നേടൂ, ദുർമരണം ഒഴിവാക്കൂ. അതുകൊണ്ടല്ലേ ആലോചിച്ച് പാട്ട് പാടിയൻ. യൂതന്മാരുടെ രാജാവായ നസ്രായൻ നാം ഈശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാ കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കുക, പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കുക. നമ്മുടെ പൂർവികർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. പൂർവികരുടെ ഒരാളുടെ കഴുത്തിൽ കൊന്ത ഉണ്ടാവില്ല, വെന്തിങ്ങ. ഇപ്പോൾ കണ്ടോ ഫാഷൻ കൊന്തകൾ കണ്ടോ? ഉത്തിരിയത്തിൻ്റെ സ്ഥാനം അപഹരിച്ച് കളഞ്ഞത് ഈ ഫാഷൻ കൊന്തകളാണ്. ഇന്നിവിടെ അച്ഛൻ വെളിപ്പെടുത്തി തന്നു, ഉത്തിരിയില്ലാത്ത മക്കൾ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. സ്റ്റോളിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയി ഉത്തിരിയും വാങ്ങിക്കോളോ. എല്ലാവരും കഴുത്തിൽ ഉത്തിരി ഇടണം. കുളിക്കുമ്പോൾ പോലും ആരും ഊരരുത് കേട്ടോ. അത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം. ബാക്കിയുള്ള ഉത്തിരി നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക. എല്ലാവരും ഇത് പറയുക. ഇത് തമാശകളില്ല, ഇത് വലിയൊരു വെളിപ്പെടുത്തലാണെന്ന് പറയുക. ദുർമരണം ഒഴിവാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് മരിച്ചവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വെള്ളത്തിൽ പോയി മരിച്ചു, ഇടിമിന്നലേറ്റ് മരിച്ചു,
പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, വണ്ടിയിടിച്ച് മരിച്ചു. അങ്ങനെ പെട്ടെന്ന് മരിച്ചവരുടെ ഒരു ലിസ്റ്റ് എടുത്തേൻ. എന്നിട്ട് ആലോചിച്ച് നോക്കുക, അവരൊക്കെ മരിക്കുന്ന സമയത്ത് ഇവരുടെ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആലോചിക്കുക. അച്ഛൻ കൊന്തി ഉണ്ടായിരുന്നു അച്ഛാ. ഇന്നാളിവിടെ ധ്യാനത്തിന് വന്ന് കുറച്ച് നാൾ മുമ്പ് എന്തിനാ വന്നേ, ഭാര്യയും ഭർത്താവുണ്ട്, +1 പഠിക്കുന്ന മകനുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു അച്ഛാ. മൂത്തവൻ +2 പഠിക്കുന്നു, അവൻ വെള്ളത്തിൽ പോയി മരിച്ചു, 4 മാസമായി. ഞാൻ വെച്ചാൽ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നോ? കൊന്തി ഉണ്ടായിരുന്നു അച്ഛാ. കൊന്തി ഇട്ടിട്ട് എന്താ കാര്യം? അടയ്ക്കാമരത്തിൽ നിന്ന് വീണു, കൊണ്ടുവരികയാണ്. അടയ്ക്കാമരത്തിന് വീണു കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, അടയ്ക്കാമരത്തിൽ നിന്ന് വീഴുമ്പോൾ അടയ്ക്കാമരത്തിൽ കയറുമ്പോൾ കഴുത്തിൽ വെന്തിങ് ഉണ്ടായിരുന്നോ? ആ ചേട്ടൻ പറഞ്ഞു കൊന്തി ഉണ്ടായിരുന്നു അച്ഛൻ, ഇങ്ങനെ കഴുത്ത് കാണിച്ചിരുന്നു. കൊന്തിട്ടിട്ട് എന്താ കാര്യം? വികാഴ്ച പണ്ട് കൊണ്ടുപോകണം ഓരോരുത്തർ വീടുകളിലേക്ക് പ്രാർത്ഥിക്കാൻ. ചില ധ്യാനങ്ങൾ കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ ഇന്നാളൊരു പയ്യൻ വണ്ടി ഇടിച്ചു. അവൻ്റെ തലയോട്ടിയൊക്കെ പൊളിഞ്ഞാകെ നടന്ന് നാശമായി, ഇപ്പോഴും മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ്. യൂത്ത് പയ്യൻ. അവൻ വേറൊരു ബൈക്കുമ്പോൾ പിന്നിരുന്ന് പോകുമായിരുന്നു. മനസ്സിലായി, ഇവനാണ് പരിക്ക് പറ്റിയത്. അങ്ങനെ വികാച്ചൻ വന്ന് വികാച്ചൻ ഞാനും കൂടി പോയി. ഞാൻ വികാച്ചന് പോകുമ്പോൾ തന്നെ ചോദിച്ചു, ആ കൊച്ചു പാട്ടുകാരൻ കുട്ടി പള്ളിയിൽ എപ്പോഴും കൊയറിൽ പാട്ട് പാടുന്നവനാ, അവൻ്റെ കഴുത്തിൽ വെന്തിങ് ഉണ്ടായിരുന്നോ? ഓ അച്ഛാ, വെന്തിങ് ഇടാൻ സാധ്യതയില്ല അവൻ പറഞ്ഞു. മനസ്സിലായി, വികാച്ചൻ. മനസ്സിലായോ? ചെന്നു അവിടെ നിന്ന് നോക്കി, അവനോട് ചോദിച്ചു വെന്തിങ് ഉണ്ടായിരുന്നോ? അവൻ്റെ അപ്പനമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അയ്യോ വെന്തിങ് ഇല്ല അച്ഛാ, കൊന്തിടാറുണ്ടെന്ന് പറഞ്ഞു. കൊന്തിട്ടിട്ട് എന്താ കാര്യം? കൊന്തിട്ടിട്ട് എന്താ കാര്യം? കൊന്തിടാനാണോ? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ പറയുന്നത് പോലെ അല്ലേ ചെയ്തേ? അവൻ പറയുന്നത് ചെയ്യൂല, നമുക്ക് തോന്നിയതുപോലെ ചെയ്യും. എന്നിട്ട് സംരക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെയുള്ള അസ്മോസ് ദേവൂസ് എന്ന പേരുള്ള പിശാച്, മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സേവ ആരെങ്കിലൊക്കെ ചെയ്തു വയ്ക്കുന്നത്, ആരെങ്കിലൊക്കെ അച്ഛാ അവിടേക്ക് ഇങ്ങനത്തെ സാന്നിധ്യമാണ് അച്ഛാ, അതച്ഛ അവച്ച ഈ അച്ഛ ഇങ്ങനെ ഓരോന്ന് പറയും. നമ്മുടെ കട മാത്രം അവിടെ ഉള്ളൂ, മറ്റേതൊക്കെ വേറെ വല്ലറ്റും കടകളാണ് അച്ഛാ, അവർക്കൊക്കെ നമ്മൾ ദേഷ്യമുണ്ട് അച്ഛാ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ഒത്തിരിയും കഴുത്തിലിടുക, അപ്പം തന്നെ പകുതി മുക്കാഭാഗം സംരക്ഷണമായി. പിന്നെ നീ നിൻ്റേതായ മറ്റു ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, നൊവേനകൾ ചെല്ലുക, ഈ റാഫേൽ മാലാഖി അങ്ങനെയുള്ള വിശുദ്ധരുടെയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം ഇടപെടും. മനസ്സിലായി, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ 91-ാം സങ്കീർത്തനം ചൊല്ലിയാലും, എത്രയൊക്കെ മിഖാൽ മാലാഖിയോട് പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കാൻ പോച്ചാലും അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് കഴുത്തിലൊരു ഉത്തിരിയെ ഇടുക. അത് പ്രാർത്ഥനയല്ല, ഒരു ഉത്തിരിയം. അത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം, മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം. ഈ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്ന ഏതെങ്കിലും മക്കൾ യൂട്യൂബിലോ ഇവിടെ ഇരുന്നിട്ട് അച്ഛൻ്റെ ഈ ശുശ്രൂഷ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച മക്കളെ, നിങ്ങളത് ശരിക്കും അനുഭവിക്കുക ഒരു ദിവസം. മനസ്സിലായി, ഈ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന്. ഈ ലോകം ഒന്ന് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞത് അച്ഛൻ സത്യമാണ്. സഭ അതുപോലെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഉത്തിരിയ മാതാവിലുള്ള വിശ്വാസം, കർമ്മല മാതാവിലുള്ള വിശ്വാസം, കർമ്മല ഉത്തിരിയത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിക്കാൻ ഈ മക്കളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും അവ പാലിക്കുകയും ചെയ്യുന്നവനെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധി ഉണ്ടാവുകയില്ല. പ്രത്യുതാവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഷിയാ റിയാ 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 റിയാ. ഹാലുലി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഹാലുലിയ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ, വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ, നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ്റെ വാക്ക്, യേശുവിൻ്റെ വചനം, ഒരു ഉത്തിരിയം ധരിക്കാനുള്ള വചനം നിലനിൽക്കട്ടെ. ഹൃദയത്തിൽ, ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുക. ഹാലുലിയ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന പൈശാചിക അരൂപി, അന്ധകാര ശക്തി, കഠിന ഹൃദയസത്തിൻ്റെ സ്വഭാവം, വിഭാഗീയത, മന്നോഷണത, എതിർപ്പിൻ്റെ ദുരാത്മാവ് യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോട്ടെ.